മൈ ഡിഫൻസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസിന്റെ ഭാഗമായിട്ട് റിവിഷൻ പ്രിലിംസ് 2024 റിവിഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആണ്. അപ്പൊ ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡെയിലി ബേസിൽ ഇടും. അത് എടുക്കുന്ന നമ്മൾ PT 365 ആണ്. PT 365 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വിഷന്റെ PT 365 ആണ്. അതോ 1 ഇയർ കറണ്ട് അഫയേഴ്സ് ആണ് ഇതിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മന്ത്ലി വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഇതുവരെ. അപ്പൊ ഇനി മന്ത്ലി വായിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇയർലി വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം കാര്യങ്ങൾ അതിലൂടെ കവർ ചെയ്യാൻ പറ്റും. കാരണം ഒരു മന്ത്ലി വായിക്കുന്നതിലപ്പുറം ഒരു ഇയറിലോട്ട് ഓരോ സബ്ജക്ട് ബേസ്ഡ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പൊളിറ്റിയാണ്. പൊളിറ്റി ഇപ്പൊ കണ്ടോ, 2023 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ളത് ഇതിലുണ്ട്. ഓക്കെ, ഡിസംബർ വരെയുള്ളത് കഴിഞ്ഞാൽ ഇനി കുറച്ച് കഴിഞ്ഞാൽ അതിന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള അടുത്തൊരു മെറ്റീരിയൽ അവർ ഇറക്കും. അപ്പൊ അത് ഡിസംബർ മുതൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെയുള്ളതായിരിക്കും അതിലുണ്ടാവുക. അപ്പൊ ഈ വിഷന്റെ എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ നിങ്ങൾ വിഷന്റെ സൈറ്റിൽ നേരെ പോയാൽ മതി. അറിയാത്തവർക്ക് വേണ്ടി മാത്രം ജസ്റ്റ് പറയാണ്, വിഷന്റെ സൈറ്റിൽ നേരെ പോയി കഴിഞ്ഞാൽ വിഷൻ കറണ്ട് അഫയേഴ്സ് PT 365 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും കേട്ടോ. ഇപ്പൊ അവർ ഇതിലെ അപ്ലോഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? എക്കോണമിയും പൊളിറ്റി ആൻഡ് ഗവേണൻസ് ആണ്. അപ്പൊ പൊളിറ്റി നമ്മൾ ഫസ്റ്റ് തീർക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ഏതിലേക്ക് പോകും? എക്കോണമിയിലേക്കായിരിക്കും പോകും പൊളിറ്റി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അത് പ്രിന്റ് ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ തന്നെ പറ്റുമെങ്കിൽ പ്രിന്റ് എടുക്കുക കേട്ടോ. ക്ലാസ് ഇപ്പൊ ഞാൻ ഇത് PDF വെച്ചിട്ടായിരിക്കും ക്ലാസ് എടുക്കുക. പക്ഷെ നിങ്ങളെ മുന്നിൽ എന്ത് ചെയ്യണം, അതിന്റെ ഒരു പ്രിന്റഡ് ഫോം വെച്ച് അത് മാർക്ക് ചെയ്യേണ്ടൊക്കെ മാർക്ക് ചെയ്ത് റിവേഴ്സ് ചെയ്യാനൊക്കെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, എടുക്കാത്ത ആളുകൾ പ്രിന്റ് എടുക്കുക. ഞാൻ അതായത് ഇതിന്റെ ഒരു കോപ്പി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടാം, കിട്ടാത്തവർക്ക് വേണ്ടിട്ടോ. ഈ പൊളിറ്റി ആൻഡ് ഗവേണൻസിന്റെ PDF ഇടാം. ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അഥവാ ചില ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് പ്രകാരം കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ ചില ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നു. അപ്പൊ ചിലപ്പോൾ അധികവും നിങ്ങൾ എന്തായിരിക്കും അവിടെയുള്ള ചില എന്താ പറയുക, നിങ്ങളുടെ പ്രൈവസി ഇഷ്യൂസ് നിങ്ങൾ ചിലപ്പോൾ മാറ്റി വെച്ചതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ടാവുക. അങ്ങനെ കയറാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവരുടെ നമ്പറുമായിട്ട് 8590840250 എന്നുള്ള വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം അതിലൂടെ കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, കംപ്ലീറ്റ് സബ്ജക്ട് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. സബ്ജക്ട് ക്ലാസ് നമ്മൾ ഓൾറെഡി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സബ്ജക്ട് എന്ന് പറയുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ ആണ്. അതിന്റെ ഷെഡ്യൂളും കാര്യങ്ങളും ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അയച്ചതാണ്. 85 ദിവസം നമുക്ക് ഡെയിലി ബേസിൽ ക്ലാസ് വരുന്ന ഈ രീതിയിലുള്ള ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഷെഡ്യൂൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കും പഠനം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ആർട്ട് ആൻഡ് കൾച്ചറിന് 5 ക്ലാസ് ആണ് ഉണ്ടാവുക. അതിലൊരു ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ആയി. അപ്പൊ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് ഇടാനുള്ളതാണ്. നിങ്ങൾ പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ അത് റിവിഷൻ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് റിവിഷൻ ഒക്കെ ചെയ്യാം. ടെസ്റ്റുകൾ ചെയ്താൽ അങ്ങനെ അതൊക്കെ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നിങ്ങളെ തന്നെ പ്രിലിംസ് റിവൈസ് ചെയ്യുന്നുണ്ട് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഒരു ചെക്ക് ലിസ്റ്റ് പോലത്തെ ഒരു ഫോം ഞാൻ അതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ക്ലാസ് ഓൾറെഡി ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ, ഈ യൂട്യൂബ് ചാനൽ തന്നെ MP ടോക്സ് എന്നുള്ള ചാനലിൽ, ആ ചാനലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക അല്ലെ. ആ ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സബ്ജക്ട് ഇപ്പൊ ഇന്നലെ എടുത്ത ക്ലാസ് ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ ക്ലാസ് വരുന്നത്, എങ്ങനെയാണ് അതിന്റെ ഷെഡ്യൂളും കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഈ ആർട്ട് ആൻഡ് കൾച്ചർ സ്റ്റാർട്ട് ചെയ്തും പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ഞാൻ ഓരോ പ്ലേലിസ്റ്റ് ആക്കിയത് ഇടുന്നുണ്ട് കേട്ടോ. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആർട്ട് ആൻഡ് കൾച്ചർ എന്നുള്ള ഒരു സബ്ജക്ട് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇന്ന് ഒരു ദിവസം കഴിഞ്ഞാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഫസ്റ്റ് മുതലുള്ള എല്ലാ വീഡിയോസും എന്ത് ചെയ്യും നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതായിരിക്കും. ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുക, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞാൻ ഇടുന്നതൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. കറണ്ട് അഫയേഴ്സ് ഞാനിത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. കറണ്ട് അഫയേഴ്സ് ഇപ്പൊ പൊളിറ്റി കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് എല്ലാ ദിവസവും മോർണിംഗ് ഒരു സമയത്തായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതേ സമയത്ത് സബ്ജക്ട് ക്ലാസ് ഇപ്പൊ നമ്മൾ എടുക്കുന്ന ആർട്ട് ആൻഡ് കൾച്ചർ തുടങ്ങിയിട്ട് അങ്ങനെ കംപ്ലീറ്റ് സബ്ജക്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന ഈവനിങ് സമയത്തായിരിക്കും. അപ്പൊ അത് ഓരോ ദിവസവും അന്നന്നെ ചെയ്ത് തീർക്കുക. അതിന്റെ കൂടെ ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിന്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മോഡൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ടെലിഗ്രാം ചാനലിലൂടെ ആയിരിക്കും. ഓക്കെ, അത് പ്രത്യേകം കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് പൊളിറ്റി ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയതാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. പൊളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം പൊളിറ്റിയിൽ ഓരോ വർഷവും അത്യാവശ്യം ഒരു 15+ ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും നിങ്ങൾക്ക് പൊളിറ്റിയിൽ കിട്ടുന്നുണ്ട്. അതിൽ തന്നെ കൂടുതലായിട്ട് എന്താണ്, അത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പം
പൊളിറ്റി നിർബന്ധമായിട്ട് ലക്ഷ്മികാന്ത് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം, മനസ്സിലാക്കണം. അതിൽ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് വന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ കവർ ചെയ്യാം. ഏകദേശം ഒരു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഒരു 82ഓളം പേജ് ഇതുണ്ട്. അപ്പൊ നമുക്കൊരു 10-15 പേജ് ആയിരിക്കും നമുക്ക് ഓരോ വീഡിയോയിലും വിടുക. ഓരോ ദിവസവും ഇടുന്നതുകൊണ്ട് നമുക്കൊരു 1 വീക്കിനുള്ളിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പൊളിറ്റി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ടോപ്പിക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിലാണ്, ഈ ഹെഡിങ്ങിലാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഫംഗ്ഷനിങ് ഓഫ് ദി പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോരോ ടോപ്പിക് വൈസ് ആയിട്ടുണ്ട്. എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടോപ്പിക്കാണ്. ഏത്, ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പൊളിറ്റി ലക്ഷ്മികാന്ത് 1, 2, 3 പ്രാവശ്യം വായിച്ചു എന്നുള്ള നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തണം കേട്ടോ, വിട്ടുപോകരുത്, ശ്രദ്ധിക്കുക. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി വായിച്ചതും ക്ലാസ്സുകൾ കണ്ടതും ആയിരിക്കും. ഇനി അഥവാ നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രീ ആയിട്ട് ഞാൻ യൂട്യൂബിലൂടെ ഇടുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ ചെറിയ പേയ്മെന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഫൗണ്ടേഷൻ പ്ലസ് PCM എന്ന് പറയും. NCERT SCERT മുതൽ ക്ലാസ് തുടങ്ങിയിട്ട് പ്രിലിംസ് കം മെയിൻസ് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന പ്രോഗ്രാമാണ്. താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, നമ്പറുമായിട്ട് 8590-840-250 എന്നുള്ള നമ്പറിൽ എന്ത് ചെയ്യാവുന്നതാണ്, ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു പോവാൻ, നിങ്ങൾ അതിന്റെ കൂടെ വായിക്കണേ, വിട്ടു പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക്, ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ഡോക്ടർ എന്നുള്ള ടോപ്പിക്കാണ്. ബേസിക് സ്ട്രക്ചർ അല്ലെ, ബേസിക് സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പൊ നമ്മള് പല പൊളിറ്റിക്കൽ വായിച്ച ആളുകളാണെങ്കിൽ വളരെ വ്യക്തമായ ഒരു ധാരണ അതിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, കാരണം ന്യൂസിൽ വരുന്നതും കൂടിയാണ്. ഇപ്പൊ ന്യൂസിൽ വരാൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ലാൻഡ്മാർക്ക് കേസ് ആയിരുന്നു, കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. അതിപ്പം 50 വർഷമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ 50 വർഷം ആകുമ്പോൾ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ പൊളിറ്റിയിൽ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ആയിട്ട് ഉണ്ടാക്കിയ വലിയൊരു ലാൻഡ്മാർക്ക് കേസ് ആയിരുന്നു അത്. ഓക്കെ, അപ്പൊ കേശവാനന്ദ ഭാരതി കേസ് 1973 ഉണ്ടാവുന്നത്. എന്താണ് ആ കേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കേരള ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് അത്. ഈ ഒരു കമ്പൾസറി അക്വിസിഷൻ ഓഫ് ലാൻഡ്, കേരള ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നിയമം ഉണ്ടാക്കി, കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963 എന്ന് പറയും. ആ ആക്ട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൾസറി ആയിട്ട് ചില റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലാൻഡ് അവർ അക്വയർ ചെയ്യാൻ തീരുമാനിച്ചു. ഈ അക്വയർ ചെയ്യാൻ തീരുമാനിച്ചപ്പം ഈ ടീം എന്ത് ചെയ്തു, അവരാണ് കേശവാനന്ദ ഭാരതിയൊക്കെ. ഓക്കെ, ഒരു മഠമൊക്കെ ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം കേസിൽ പോവാണ്. ഇതെന്താണ്, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെ, ആർട്ടിക്കിൾ 25, 26, 31 പറഞ്ഞ് കേസ് പോയി. കാരണം നമുക്ക് റിലീജിയസ് റൈറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് സാധനങ്ങൾ നമുക്ക് എന്താണ്, പ്രോപ്പർട്ടി വാങ്ങാനും അത് നടത്താനൊക്കെ അവകാശമുണ്ട്. ആ പ്രോപ്പർട്ടി ഗവൺമെന്റ് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അക്വയർ ചെയ്തെടുക്കുമ്പോൾ അത് ഫണ്ടമെന്റൽ റൈറ്റ്സിന് എതിരാണെന്ന് പറഞ്ഞ് പോയ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അതിലാണ് ഒരു വലിയ ജഡ്ജ്മെന്റ് വരുന്നത്. ഇപ്പൊ ഇങ്ങനെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് എതിരായിട്ട് ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ചർച്ചകളൊക്കെ വന്നു. അങ്ങനെയാണ് ഈ കേസിലേക്ക് വരുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ ചരിത്രത്തിൽ, ഇതുവരെ ഉണ്ടായ ചരിത്രത്തിൽ ഏറ്റവും വലിയ ബെഞ്ചാണ്, ലാർജസ്റ്റ് ബെഞ്ച്. 13 ജഡ്ജിമാർ ഇരുന്ന കേസാണ്. ഇപ്പൊ ഓരോ കേസിനും ഒന്നെങ്കിൽ ഒരു ജഡ്ജി, അല്ലെങ്കിൽ 3 ജഡ്ജി, 5 ജഡ്ജി, ഇങ്ങനെ ജഡ്ജിമാർ ഇരിക്കുമല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാർ 13 ജഡ്ജസ് ഇരുന്ന ഒരു കേസും കൂടിയാണ് ഏത്, കേശവാനന്ദ ഭാരതി. അങ്ങനെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ചെയ്യുന്നില്ല, അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എന്തായിരുന്നു അവരുടെ തീരുമാനം? ഓക്കെ, അങ്ങനെ ഈ ഒരു ബെഞ്ചിന്റെ, ഈ ഒരു സുപ്രീം കോടതിയുടെ ഈ ഒരു കേസിന്റെ ഔട്ട്കം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, സുപ്രീം കോടതി പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ഇപ്പൊ ഇത് ഈ ഒരു കേസിന് വേണ്ടി മാത്രമാണ് പോയതെങ്കിൽ കൂടിയും ഇതിൽ ഒരുപാട് കേസുകളിലുള്ള ഒരു മറുപടി എന്നുള്ളതാണെന്നാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്നുള്ള ഒരു ഐഡിയ സുപ്രീം കോടതി മുന്നോട്ട് കൊണ്ടിരുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സുപ്രീം കോടതിക്കെതിരെ അല്ലെങ്കിൽ പാർലമെന്റ് കൊണ്ടുവന്നൊരു ആക്ട് ഉണ്ടായിരുന്നു, 24th അമെന്റ്മെന്റ് പ്രകാരം. ആ അമെന്റ്മെന്റ് എന്ത് ചെയ്തു, വാലിഡ് ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ രണ്ട് കാര്യങ്ങൾ. അപ്പം എന്താണ് ഈ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, എന്താണ്? പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 24th അമെന്റ്മെന്റ് പ്രകാരം എന്താ പറയുന്നത് വെച്ചാൽ, പാർലമെന്റിന് ഏത് നിയമങ്ങളും ഇൻക്ലൂഡിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് മാറ്റം വരുത്താനുള്ള അധികാരം പാർലമെന്റ് ഉണ്ട്. അതാണ് അതിൽ പറയുന്നത്. അത് ഓക്കെ, ശരിയാണ്, നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പാർലമെന്റിന് എന്തും മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരമുണ്ട്, ഇൻക്ലൂഡിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എടുത്തു ഒഴിവാക്കാനോ മാറ്റം വരുത്താനോ ഒക്കെ അധികാരമുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചൂടെ,
such amendment should not alter, damage or destroy the essential features. ഇങ്ങനെ വെച്ചു. നിങ്ങൾ എന്തും ചെയ്തോ, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു എസെൻഷ്യൽ ഫീച്ചേഴ്സിനെ ഒരിക്കലും മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചു. ആ എസെൻഷ്യൽ ഫീച്ചേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം എന്ത് മാറ്റം വരുത്തിക്കോ, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ പാടില്ല. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ വീട് നിങ്ങൾ പൊളിച്ച് എങ്ങനെ നന്നാക്കി, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, തറ ഫൗണ്ടേഷൻ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ റൂമൊക്കെ കൂട്ടിക്കോ, കുറച്ചോ എണ്ണം കൂട്ടിക്കോ, ബാത്റൂം കൂട്ടിക്കോ, അതൊക്കെ ചെയ്തോ, പക്ഷെ ഫൗണ്ടേഷൻ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നും തൊടാൻ പാടില്ല. അതേ രീതിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ എന്ത് മാറ്റങ്ങളും വരുത്തിക്കോ, എന്ത് രീതിയിലും അൾട്ടർ ചെയ്യാനൊക്കെ അവകാശം നിങ്ങൾക്ക് ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ചില ബേസിക് ഫീച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ചില എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്, അതൊരിക്കലും മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതായിരുന്നു ഈ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്. അപ്പൊ എസെൻഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നതിൽ ഏതൊക്കെ വരാന്ന് ഞാൻ അവിടെ പറയാം കേട്ടോ. അതിന്റെ മുന്നേ ഈ ഒരു വിധി വന്നതുകൊണ്ട് തന്നെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു വിധിനെ മാറ്റം വരുത്തുന്ന കൂടിയുണ്ട്. മുമ്പ് ഉണ്ടായിരുന്ന ഗോലക്നാഥ് കേസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് കേസാണ്. ചില കേസുകൾ നിർബന്ധങ്ങൾ പൊളിറ്റിയിൽ പഠിച്ചു വെക്കണം. 967 6-7 ആലോചിച്ചാൽ മതി. 967 ഉണ്ടായിരുന്ന ഒരു കേസാണ് ഗോലക്നാഥ് കേസ്. ഓക്കെ, പിന്നെ അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ പവർ ടു ദ അമെൻമെന്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദ ആർട്ടിക്കിൾ 368 പ്രകാരം അമെൻഡ് ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് വാസ് നോട്ട് അൺലിമിറ്റഡ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, പിന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, മാറ്റം വരുത്താൻ പറ്റൂല. അത് ചേഞ്ചസ് ചെയ്യാൻ പറ്റാത്തതാണ് എന്നുള്ളൊരു അഭിപ്രായം എന്ത് ചെയ്തിരുന്നു, ഒരു വിധിയായിരുന്നു ഗോലക്നാഥ് കേസിൽ സുപ്രീം കോടതി ഇറക്കിയത്. സുപ്രീം കോടതി ആ വിധി മാറ്റി പറഞ്ഞു. അവരെന്ത് പറഞ്ഞു, നിങ്ങൾ എന്ത് മാറ്റം വരുത്തിക്കോ, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ പാടില്ല. അതും ഇതിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ജുഡീഷ്യൽ റിവ്യൂ. അപ്പോൾ ഇപ്പം സുപ്രീം പാർലമെന്റ് ഉണ്ടാക്കിയ ചില നിയമങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ പാടില്ല എന്നൊക്കെ പറഞ്ഞ ആ സമയത്ത് ഉണ്ടാക്കിയിരുന്നു പാർലമെന്റ്. അപ്പൊ പറഞ്ഞു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് എന്താണ്, ബേസിക് സ്ട്രക്ചറിൽ വരുന്നതാണ്. അതുകൊണ്ട് ജുഡീഷ്യൽ റിവ്യൂ പാടില്ല എന്ന് ആർക്കും പറയാൻ പാടില്ല. അത് പാർലമെന്റ് ആയാലും ആരായാലും അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ജുഡീഷ്യൽ റിവ്യൂ ഒഴിവാക്കിക്കൊണ്ട് ഒരു നിയമം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, സുപ്രീം കോടതി ഈ ഒരു വിധിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അതും ഈ വിധിയുടെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. അത് മാത്രമാണോ പറഞ്ഞതല്ല, ഇനിയും പറയുന്നത് എന്താ പറഞ്ഞത്, അതർ ജഡ്ജ്മെന്റ് അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. 25th 29th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഓക്കെ റെഡിയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, ജുഡീഷ്യൽ റിവ്യൂ പറ്റൂല എന്ന് പറഞ്ഞ ആ പാർട്ട് ഇൻവാലിഡ് ആണ്, അതല്ലാത്തതൊക്കെ ഓക്കെ ആണ് എന്നുള്ളതാണ് ആര് പറഞ്ഞത്, സുപ്രീം കോടതി പറഞ്ഞത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വിധി പറഞ്ഞ ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 973. അതിലാണ് ബേസിക് സ്ട്രക്ചർ എന്നുള്ള ഐഡിയ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് എന്തും അമെൻമെന്റ് ചെയ്യാം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ള വിധി ആര് കൊണ്ടുവരുന്നത്, സുപ്രീം കോടതി വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ജസ്റ്റ് ബേസിക് സ്ട്രക്ചർ എന്നുള്ളത് ജസ്റ്റ് ഞാൻ പറഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഈ ബേസിക് സ്ട്രക്ചറിലോട്ട് എത്തുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അതിന്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നുള്ള ഈ ടാബിൾ കാണിച്ചുകൊണ്ട് ഞാൻ പറയാം. അതുകൊണ്ട് എന്താണ് ബേസിക് സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് പറയാം. ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഞാൻ വീടിന് തറഞ്ഞി കാര്യം പറഞ്ഞില്ലേ, ചില ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ. വീടുകൾ എങ്ങനെ മാറ്റം വരുത്തിക്കോ, അൾട്ടർ ചെയ്തോ, പക്ഷെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില അടിസ്ഥാനം ഉണ്ട്, അത് നിങ്ങൾ ഒരിക്കലും തുടരുത് എന്ന് പറയുന്നതാണ് ഇത്. ഓക്കെ, സോ ദ certain fundamental features of constitution cannot be amended or abrogated by the parliament. പാർലമെന്റിന് എന്ത് മാറ്റം വരുത്തല്ലോ, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ഈ അടിസ്ഥാന കാര്യങ്ങൾ മാറ്റം വരുത്താൻ പാടില്ല. ആ അടിസ്ഥാന കാര്യങ്ങൾ പറയുന്ന പേരാണ് ബേസിക് സ്ട്രക്ചർ. പിന്നെ അതേ സമയത്ത് ബേസിക് സ്ട്രക്ചർ എന്നുള്ള ഒരു ടേം എവിടെയെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉപയോഗിക്കുന്നുണ്ടോ, അതില്ല. പ്രത്യേകം നോട്ട് ചെയ്തേക്കണേ, ബേസിക് സ്ട്രക്ചർ എന്നുള്ള ഒരു ഐഡിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ ഒരു ടേം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അത് എന്താന്ന് ഡിഫൈൻ ചെയ്യുകയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ആര് പറയുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. അത് ജുഡീഷ്യറിയുടെ ഒരു ഇന്നോവേഷൻ ആണ്, ജുഡീഷ്യറി കണ്ടെത്തിയ ഒരു സാധനമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡോക്ടറിൻ കണ്ടെത്തിയതിന്റെ ഇമ്പോർട്ടൻസ് എന്താ, ഇതെന്ത് ചെയ്യാൻ പറ്റും, പവർ ഓഫ് ദി പാർലമെന്റ് ചെക്ക് ചെയ്യും. ഇപ്പൊ അൺലിമിറ്റഡ് ആയിട്ട് അവർ തോന്നിയ പോലെ പാർലമെന്റിന് അമെൻഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. എന്തുകൊണ്ടാ, ഈ ബേസിക് സ്ട്രക്ചർ എന്നുള്ള ഒരു ഐഡിയ ഉള്ളതുകൊണ്ട്. സോ ഇറ്റ് ചെക്ക് ഓൺ ദ പവർ ഓഫ് ദി പാർലമെന്റ്. രണ്ടാമത്തതോ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലിവിങ് ഡോക്യുമെന്റ് ആയിട്ട് നിലനിർത്തുന്നതിന് എന്ത് ചെയ്യും, ഇത് സഹായിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ ചില ഫണ്ടമെന്റൽ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻസിപ്പിൾസും പ്രിസർവ് ചെയ്യാനും എന്ത് ചെയ്യും, ഈ ഒരു വാല്യൂ ഉള്ളതുകൊണ്ട് പറ്റും. പിന്നെ അവരുടെ ബെഡ് റോക്ക് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ലോന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചില പ്രിൻസിപ്പിൾസ് നമ്മളുടെ ഒരു അടിസ്ഥാന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് എന്ത് ഇതിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫെഡറൽ സ്ട്രക്ചർ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എൻഷുർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നാളെ പോയിട്ട് ഫെഡറലിസം എന്ന് പറയുമ്പോൾ നമ്മളെ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇനി നാളെ മുതൽ സ്റ്റേറ്റ് ഗവൺമെന്റ് വേണ്ട, സെൻട്രൽ ഗവൺമെന്റ് മാത്രം മതി എന്നൊക്കെ
ഒരു പാർലമെന്റിന് ഒരു മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ എന്താണ് ഒരു അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റ് തീരുമാനിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അത് ഇത് ബേസിക് സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിലുള്ള ജുഡീഷ്യറിയുടെ അപ്രോച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജുഡീഷ്യറിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളും ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട് എന്നുള്ളതും ഒക്കെ എന്താണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ബേസിക് സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആരാ തീരുമാനിക്കുക? ഇന്നത് ബേസിക് സ്ട്രക്ചർ ആണോ അല്ലെന്ന് കോടതി തീരുമാനിക്കും. അതത് സമയങ്ങളിൽ സുപ്രീം കോടതി ഹൈക്കോടതി എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന കാര്യങ്ങൾ ബേസിക് സ്ട്രക്ചർ ആണ്, ഇന്നത് ബേസിക് സ്ട്രക്ചർ അല്ല, അങ്ങനെയൊക്കെ അവർ പറയാറുണ്ട്. അങ്ങനെ അവർ പറഞ്ഞല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് ബേസിക് സ്ട്രക്ചർ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. അങ്ങനെ ഇതുവരെ പറഞ്ഞത് പ്രകാരം നോക്കിയിട്ട് നമ്മൾ ഏതൊക്കെ ബേസിക് സ്ട്രക്ചർ ആണ് ഇതുവരെ പറഞ്ഞിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ സോവറിറ്റി ഓഫ് ഇന്ത്യ മുമ്പ് UPSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ബേസിക് ഫീച്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കണം. പൊളിറ്റിയിൽ ലക്ഷ്മികാന്തിൽ പ്രത്യേകം ഉണ്ട്, ഒന്ന് എടുത്ത് നോക്കാം. സോവറിറ്റി ഓഫ് ഇന്ത്യ, എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ദി ഇൻഡിവിജ്വൽ ഫ്രീഡം, അത് ഇതാണ്. വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ഒരു ഐഡിയ, അത് എന്താണ്? ഇതാണ് ബേസിക് സ്ട്രക്ചർ ആണ്. സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, റിപ്പബ്ലിക്കൻ ആൻഡ് ഡെമോക്രാറ്റിക് ഫോം. നാളെ പോയിട്ട് ഒരാൾക്ക് ഡെമോക്രസി എടുത്ത് ഒഴിവാക്കാൻ പറ്റുമോ? പറ്റൂല. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ സെക്യുലർ ആൻഡ് ഫെഡറൽ ക്യാരക്ടർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നാഷൻ, ജുഡീഷ്യൽ റിവ്യൂ ഇറ്റ്സെൽഫ് എന്താണ്? ഒരു ബേസിക് സ്ട്രക്ചർ ആണ്. പിന്നെ ഹാർമണി ആൻഡ് ബാലൻസ് ബിറ്റ്വീൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്സും DPS നുള്ള ഒരു ബാലൻസ് വേണം എന്നുള്ളത് എന്താണ്? നമ്മുടെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. ഇതൊക്കെ ആര് തീരുമാനിച്ചതാണ്? ഓരോരോ സമയങ്ങളിൽ സുപ്രീം കോടതി ഓരോ കേസിലൂടെ പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു എവല്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഓരോരോ സമയത്ത് കേസിൽ ഇപ്പം മുമ്പുണ്ടായിരുന്ന 3 കേസ്: AK ഗോപാലൻ കേസ് 950, ശങ്കരി പ്രസാദ് കേസ് 951, അതുപോലെ തന്നെ സാജൻ സിംഗ് കേസ് 965. ഈ 3 കേസിൽ സുപ്രീം കോടതി പറഞ്ഞ എന്താ പറയുക? പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്തും അമെൻഡ് ചെയ്യാം, ഒന്നും നോക്കണ്ട, നിങ്ങൾ ഇഷ്ടം പോലെ അമെൻഡ് ചെയ്തോ എന്നുള്ളൊരു ആശയമായിരുന്നു ഈ 3 കേസിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, എന്നാലോ അടുത്തൊരു വർഷത്തേക്ക് വരുമ്പോൾ 967 ഗോലക്നാഥ് കേസ്. ഗോലക്നാഥ് കേസിൽ സുപ്രീം കോടതി വിധി മാറ്റി പറഞ്ഞു. അവർ പറഞ്ഞു എന്ത് ചെയ്യുന്നുണ്ട്? ആർട്ടിക്കിൾ 368 എന്ന് പറയുമ്പം എന്ത് ചെയ്യുന്നില്ല? ഡിഡ് നോട്ട് കൺഫർ അമെൻഡിങ് പവർ ടു ദ പാർലമെന്റ്. നിങ്ങൾക്ക് അമെൻഡ് ചെയ്യാനുള്ള പവർ ഒന്നുമില്ല. അഥവാ ഇൻക്ലൂഡിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും അമെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് എന്താണ്? പെർമനന്റ് ആണ്. ഓക്കെ, എറ്റേണൽ ആണ്. അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഐഡിയ ആണ് ആര് മുന്നോട്ട് വെച്ചത്? സുപ്രീം കോടതി. ഏത് കേസിൽ? ഗോലക്നാഥിൽ. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ ശങ്കരി പ്രസാദ് കേസിന്റെ അല്ലെങ്കിൽ അതുപോലെ തന്നെ സാജൻ സിംഗ് കേസിന്റെയും AK ഗോപാലൻ കേസിന് എതിരായിട്ടാണ് 967 വിധി വരുന്നത്. ഓക്കെ, അപ്പൊ പാർലമെന്റ് അമെൻഡ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് അടങ്ങിയിരിക്കോ? ഇല്ല. പാർലമെന്റ് അപ്പൊ എന്ത് ചെയ്തു? 2-3 അമെന്റ്മെന്റ് കൊണ്ടുവന്ന്. അതാണ് 24th അമെന്റ്മെന്റും 25th അമെന്റ്മെന്റും കേട്ടോ. അപ്പൊ അതും ഇതിൽ വിധിയായിട്ട് വരുന്നുണ്ട്. അതാണ് പറഞ്ഞു വരുന്നത്. 971 ഉണ്ടാവുന്നത്. 971 എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 13 പ്രകാരമുള്ള ഒരു ലോ അല്ല. ആർട്ടിക്കിൾ 13 പറയുന്നുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിനെതിരായിട്ട് ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ലോ കൊണ്ടുവരാൻ പാടില്ല. ആ ലോ അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്ന് പറഞ്ഞു ആര്? 24th അമെന്റ്മെന്റ് പ്രകാരം പാർലമെന്റ്. അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് 368 ആർട്ടിക്കിൾ 368 പ്രകാരം അമെന്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് പരിഗണിക്കൂല? ആർട്ടിക്കിൾ 13 പ്രകാരമുള്ള ലോ ആയിട്ട് പരിഗണിക്കൂല. 13 പ്രകാരമുള്ള ലോ ആയിട്ട് വന്നാലല്ലേ അമെൻഡ് ചെയ്യാൻ പറ്റാത്തുള്ളൂ, മാറ്റം വരുത്താൻ പറ്റാത്ത. അപ്പൊ അത് അങ്ങനെ കൂട്ടൂല, അമെൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് ചുരുക്കി പറഞ്ഞാല്. പിന്നെ 25th അതേപോലെ എന്ത് ചെയ്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കൊണ്ടുവന്ന്. എന്ത് കൊണ്ടുവന്ന്? പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സ് DPSPക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിനേക്കാളും കൂടുതൽ മുൻഗണന കൊടുക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 39B 39C രണ്ട് DPSP ആണ്. വെൽഫെയർ സ്റ്റേറ്റും കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഒക്കെ ഒഴിവാക്കാനുള്ള ആ 2 ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ 2 DPSP ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാം. അങ്ങനെ ഏതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്? DPSPക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആർട്ടിക്കിൾ 25ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പ്രകാരം. ഇതെല്ലാം കൂടി ആണ് ഏത് കേസിലേക്ക് വരുന്നത്? കേശാനന്ദ ഭാരതി കേസിലേക്ക് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അപ്പൊ ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദി സിറ്റിസൺസ് ആർ ലിമിറ്റ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 971 വിധി ഈ പാർലമെന്റ് എന്താ പറയുന്നത് വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? എനി പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ത് ചെയ്തു? അങ്ങനത്തെ രൂപത്തിലേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തു വരുത്തി ആര്? പാർലമെന്റ്. ഇതെല്ലാം കൂടി ചലഞ്ച് ചെയ്തിട്ടാണ് കേശാനന്ദ ഭാരതി കേസിലേക്ക് 973 പോകുന്നത്. അപ്പൊ കേശാനന്ദ ഭാരതി കേസ് എന്ത് പറഞ്ഞു? ജഡ്ജ് 13 ജഡ്ജ് ഇറങ്ങുന്ന ബെഞ്ചാണ്. അവർ പറഞ്ഞു ഓക്കെ, നിങ്ങൾക്ക്
അമെന്റ് ചെയ്യാനുള്ള അധികാരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സമ്മതിച്ചു, അധികാരമുണ്ട്. ചില ഈ ആർട്ടിക്കിൾ 39B-യും 39C-യും വരുമ്പോൾ വേണമെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് 14-ഉം 19 ഉണ്ട്. എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും ഇല്ല, 14-ഉം 19-ഉം വയലേറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്തോ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ എന്തും അമെന്റ് ചെയ്തോ, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ബേസിക് സ്ട്രക്ചർ മാറ്റം വരുത്താൻ പാടില്ല. ബേസിക് സ്ട്രക്ചർ എന്താ, അത് ഞങ്ങൾ തീരുമാനിക്കും, അത്രേ ഉള്ളൂ. അഥവാ കോടതി അതത് സമയത്ത് ഇന്നത് ബേസിക് സ്ട്രക്ചർ ആണ്, ഇന്നത് ബേസിക് സ്ട്രക്ചർ അല്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞതാണ് താഴത്ത് കാണുന്ന സംഗതികളൊക്കെ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചലഞ്ച് ചെയ്ത് വന്നാണ്. അപ്പൊ ഗോരഖ്നാഥ് കേസിൽ പറഞ്ഞ എന്താണ്, പാർലമെന്റിന് ഒന്നും അമെന്റ് ചെയ്യാൻ പറ്റൂല എന്നല്ലേ പറഞ്ഞത്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത് മാറ്റി പറഞ്ഞു, പാർലമെന്റിന് എന്തും അമെന്റ് ചെയ്യാം, പക്ഷേ എക്സെപ്റ്റ് ഏതാണ്, ബട്ട് വിത്തൗട്ട് altering ചേഞ്ചിങ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ബേസിക് സ്ട്രക്ചർ മാറ്റം വരുത്താതെ എന്തും മാറ്റം വരുത്താം കേട്ടോ. അതാണ് ഇതിന്റെ ഐഡിയ. വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ മനസ്സിലാൻ വേണ്ടി അത് പറഞ്ഞു തന്നത്. ഏതൊക്കെയാണ് ബേസിക് സ്ട്രക്ചർ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം, വിട്ടുപോകരുത്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ സാധ്യതയുള്ള ഒരു സാധനം കൂടി ഇതിലേക്ക് ന്യൂസിൽ വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇപ്പൊ ഈ ഇൻഡിപെൻഡൻസ് ഓഫ് ദി ഡിസ്ട്രിക്ട് ജുഡീഷ്യറി, ഇപ്പൊ ജില്ലാ കോടതിയൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് അതും എന്താണ്, ബേസിക് സ്ട്രക്ചർ എന്നുള്ളതാണ് ഇപ്പൊ സുപ്രീം കോടതി പറയുന്നത്. ഇപ്പൊ പുതിയതായിട്ട് പറഞ്ഞാണ്, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സുപ്രീം കോടതി പറഞ്ഞാൽ ഓൾ ഇന്ത്യ ജഡ്ജ് അസോസിയേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ പറയാണ്, ഡിസ്ട്രിക്ട് ജുഡീഷ്യറി ഇൻഡിപെൻഡൻസ് ഈസ് പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ. അത് അങ്ങനെ ബേസിക് സ്ട്രക്ചർ ആണോ അല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നാളെ വന്നു കഴിഞ്ഞാൽ ആണ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം, ഇന്റഗ്രേഷൻ ഇൻ ടേംസ് ഓഫ് പേ, പെൻഷൻ, മറ്റുള്ള സർവീസ് കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യാണ്, എല്ലാ സ്റ്റേറ്റ്സിലുള്ള ഡിസ്ട്രിക്ട് ജഡ്ജസിനൊക്കെ എന്ത് ചെയ്യാണ്, ഒരുപോലെ കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അത് ഒന്നാമത്തെ. രണ്ടാമത്തെ സെപ്പറേഷൻ ഓഫ് പവർ ആണ്. സ്റ്റേറ്റിലെ സ്റ്റാഫും അത് ലെജിസ്ലേറ്റീവും ജുഡീഷ്യൽ തമ്മിലുള്ള സെപ്പറേഷൻ ഓഫ് പവർ കറക്റ്റ് നടത്താൻ വേണ്ടിയാണ്. പിന്നെ ഒരു യൂണിഫൈഡ് എന്താണ്, എല്ലായിടത്തും ഒരുപോലെ ആയിട്ടുള്ള അക്രോസ് സ്റ്റേറ്റ്സ് എന്താണ് ഈക്വലന്റ് ആയിട്ടുള്ള സർവീസ് കണ്ടീഷൻസും കാര്യങ്ങൾക്കുള്ള ഒരു യൂണിഫൈഡ് ജുഡീഷ്യറി എൻഷുർ ചെയ്യാൻ വേണ്ടിയും കൂടിയാണ് ഇങ്ങനെ ഒരു വിധി കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നെങ്കിൽ അത് ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജുഡീഷ്യറിനെ കുറിച്ചുള്ള ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി വെക്കണം, ആരാണ് അവർ അപ്പോയിന്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഡിസ്ട്രിക്ട് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ആരാണ്, ഒരു ഡിസ്ട്രിക്ട് ജഡ്ജി എന്ന് പറയുമ്പോഴാണ് ഏറ്റവും ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റി. ഒരു ഡിസ്ട്രിക്റ്റിലെ, ഒരു ജില്ലയിലെ ഏറ്റവും ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റി ഡിസ്ട്രിക്ട് ജഡ്ജാണ്. ഇവരുടെ കാര്യങ്ങളൊക്കെ ആരാ തീരുമാനിക്കുക, ഓർഗനൈസേഷണൽ, സ്ട്രക്ചറൽ, ജൂറിസ്ഡിക്ഷണൽ, നോമൻകൾച്ചർ, അതൊക്കെ എന്താണ് ഓഫ് സബോർഡിനേറ്റ് ജുഡീഷ്യറി ലേഡ് ഓൺ ബൈ ദ സ്റ്റേറ്റ്സ് ആയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ കേരളത്തിന്റെ ഇത്തരം ജുഡീഷ്യറി കാര്യങ്ങൾ തീരുമാനിക്കുക കേരളമാണ്, കേരള ഗവൺമെന്റും ഹൈക്കോടതിയൊക്കെ കൂടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ദേ ഡിഫർ സ്ലൈറ്റ്ലി ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ 3 ടയർ ആണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ എങ്കിലും ചെറിയ മാറ്റങ്ങൾ ഓരോ സ്റ്റേറ്റ് വൈസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവുമെങ്കിൽ കൂടിയും എന്താണ്, അവർക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ട് എന്നുള്ളതാണ് സുപ്രീം കോടതി പറയുന്നത്. ഇവരാരാ അപ്പോയിന്റ് ചെയ്യുന്നത്, അപ്പോയിന്റ്മെന്റ്, പോസ്റ്റിംഗ്, പ്രൊമോഷന് ഒക്കെ ഡിസ്ട്രിക്ട് ജഡ്ജിന് ഇട്ടാ പറയണത്. ഈ ഡിസ്ട്രിക്ട് ജഡ്ജിനൊക്കെ ചെയ്യുന്ന ആരാന്ന് അറിയോ, ഗവർണറാണ്. പ്രത്യേകം നോട്ടേക്കണേ, നമ്മൾ സുപ്രീം കോടതിയത്തെ ആണെങ്കിൽ പ്രസിഡന്റാ ചെയ്യാം, ഹൈക്കോടതിയത്തും പ്രസിഡന്റാ ചെയ്യാം. പക്ഷെ ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഗവർണറാണ്. ഗവർണർ ഒറ്റക്കാണോ, അല്ല, ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ടായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഗവർണർ അപ്പോയിന്റ് ചെയ്യുക. അത് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ ഈ സബോർഡിനേറ്റ് കോർട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും ആരൊക്കെയാന്നുള്ളതൊക്കെ നോക്കി വെക്കണം, ക്വസ്റ്റ്യൻ സാധ്യത ഉണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഹൈക്കോർട്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ഹൈക്കോർട്ട് ഇപ്പൊ നമുക്കറിയാലോ, സുപ്രീം കോടതി മുകളിലുണ്ട്, തൊട്ട് താഴെ ഹൈക്കോർട്ട് ഉണ്ട്. ഇങ്ങനെ ഒരു ഹൈറാർക്കി എപ്പോഴും നിൽക്കുന്നുണ്ട്. ഈ ഹൈക്കോർട്ടിന് അടിയിൽ വരുന്ന ഡിസ്ട്രിക്ട് കോർട്ടും സെഷൻ ജഡ്ജും. അപ്പൊ ഈ രണ്ട് ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡിസ്ട്രിക്ട് കോർട്ട് എന്ന് പറയുമ്പോൾ സിവിൽ സൈഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നതാണ്. അതിന്റെ അടിയിൽ സബോർഡിനേറ്റ് ജഡ്ജി കോർട്ട് ഉണ്ട്, മുൻസിഫ് കോർട്ട് ഉണ്ട്. ആ സമയത്ത് സെഷൻ ജഡ്ജ് കോർട്ട് എന്ന് പറയുമ്പോൾ ക്രിമിനൽ സൈഡിലാണ് അത് വരുന്നത് കേട്ടോ. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് ഉണ്ട്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് ഉണ്ട്, അങ്ങനെ അങ്ങനെ താഴോട്ടാ വരുന്നത്. അപ്പൊ നിങ്ങളിപ്പോ എന്തെങ്കിലും കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കേസിലോട്ടായിരിക്കും പോകുന്നുണ്ടാവും. അതാണ് ജുഡീഷ്യൽ കസ്റ്റഡി എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. ശ്രദ്ധിക്കാം. അത് ജസ്റ്റ് ഭാഗമായിട്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ന്യൂസ് വന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് എന്ത് ചെയ്യണം, ഡിസ്ട്രിക്ട് കോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലക്ഷ്മികാന്തിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം. ക്വസ്റ്റ്യൻ സാധ്യത ഉള്ളതാണ്. സ്പെഷ്യലി ബേസിക് സ്ട്രക്ചറിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യം വിധി വന്നതുകൊണ്ടും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ബേസിക് സ്ട്രക്ചറിന്റെ 50 വർഷം ആയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ. മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നത് അബ്രോഗേഷൻ ഓഫ് ദി ആർട്ടിക്കിൾ 370. നമ്മൾ 370 എടുത്ത് ഒഴിവാക്കിയില്ലേ. അപ്പൊ 370 എടുത്ത് ഒഴിവാക്കി അതിന്റെ പേരിൽ എന്ത് ചെയ്തു, അവിടുത്തെ സ്റ്റേറ്റ് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സുപ്രീം കോടതിയിൽ പോയിരുന്നു. അങ്ങനെ സുപ്രീം കോടതിയിലെ വിധി വന്നു. സുപ്രീം കോടതി പറഞ്ഞു അപ്പോഴത്തെ വാലിഡിറ്റി ഓഫ് ദി യൂണിയൻ ഗവൺമെന്റിന്റെ 2019 എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഈ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് റിപ്പീൽ ചെയ്തത് അത് ഓക്കെ ശരി വെച്ചു. ആര്, സുപ്രീം കോടതി. അതുപോലെ തന്നെ
അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1919 ഈ വിഷയം ഉണ്ടാവുന്നത്. പ്രസിഡന്റ് ആണ് ഈ പ്രൊമൾഗേഷൻ കൊണ്ടുവരുന്നത്, അല്ല പാർലമെന്റ് വിധിയല്ല വരുന്നത്. പ്രത്യേകം മനസ്സിലാക്കണം. പ്രസിഡന്റ് റൂൾ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതാണ്. എന്താ ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ അപ്ലിക്കേഷൻ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഓർഡർ ആണ് എടുക്കുന്നത് 2019. അത് പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? പൂർണ്ണ അർത്ഥത്തിൽ ആർക്കും അപ്ലിക്കബിൾ ആവും, ജമ്മു കാശ്മീരിന് അപ്ലിക്കബിൾ ആവും എന്നുള്ളതാണ് കൊണ്ടുവരുന്നത്. അതിന് കൂടാതെ പാർലമെന്റ് ഒരു ഇതും കൂടി ഒരു ആക്ട് കൊണ്ടുവന്നതാണ് ഏത്? ജമ്മു കാശ്മീർ റീ ഓർഗനൈസേഷൻ ആക്ട് 2019. അത് പ്രകാരം എന്ത് ചെയ്തു? അന്നത്തെ ഉണ്ടായിരുന്ന സ്റ്റേറ്റ്സിനെ 2 യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി. ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്ന 2 യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇതാണ് പെറ്റീഷനേഴ്സ് എന്ത് ചെയ്യുന്നത്? സുപ്രീം കോടതിയിൽ പോയി ചലഞ്ച് ചെയ്തത്. അതാണ് വിധി വന്നത്. അപ്പൊ ജഡ്ജ്മെന്റിൽ എന്താ പറഞ്ഞത്? ജഡ്ജ്മെന്റ് പറഞ്ഞു എന്ത് ഈ പ്രസിഡൻഷ്യൽ പ്രൊക്ലമേഷൻ എന്ത് ചെയ്തു 2019 ഉണ്ടായിരുന്നത് അത് ഓക്കെ, റെഡിയാണ്, അത് സമ്മതിച്ചു, ഹോൾഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ അതുപോലെ തന്നെ ഇപ്പം ജമ്മു കാശ്മീർ എന്ത് ചെയ്യുന്നില്ല, ഒരു സോവറിറ്റി ഇല്ല. അപ്പൊ മറ്റുള്ള സ്റ്റേറ്റ്സിനൊന്നും ഇല്ലാത്ത ഒരു അധികാരം, പ്രത്യേകമായിട്ടുള്ള ഒരു പരമാധികാരം ആർക്കും ഇല്ല, ജമ്മു കാശ്മീരിനും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 1947 അവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അത് പ്രത്യേകം സുപ്രീം കോടതി കൂട്ടി പറഞ്ഞ കാര്യം എന്താ? 370 പ്രകാരമാണ് അവർക്ക് ചില അധികാരങ്ങൾ കൊടുത്തിരുന്നത് ജമ്മു കാശ്മീരിന്. ആ 370 എന്നുള്ള ആർട്ടിക്കിൾ എന്താ? ടെമ്പററി ആണ്, ട്രാൻസിഷൻ ആണ്, അല്ലാതെ പെർമനന്റ് അല്ല. താൽക്കാലികമായിട്ട് ഇപ്പൊ നമ്മളിലേക്ക് ഇന്ത്യയിലേക്ക് ചേരും, അപ്പൊ അതിന്റെ ഇത് കാര്യം അടിയിൽ പറയുന്നുണ്ട്. അപ്പൊ ചേരുമ്പം കൊടുത്ത ഒരു ടെമ്പററി ആയിട്ട് കൊടുത്ത ഒരു ആനുകൂല്യമാണ് അത്, പെർമനന്റ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്സിന് ഒരു യൂട്ടി ഉണ്ടാക്കി. അത് പാർലമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ബൈ ലോ പ്രകാരം പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കാനും പുതിയ യൂട്ടി ഉണ്ടാക്കാനും സ്റ്റേറ്റ് ഇടുന്ന യൂട്ടി ഉണ്ടാക്കാനുള്ള അധികാരമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പാർലമെന്റ് കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ആർട്ടിക്കിൾ 1 മുതൽ 1 to 3 വരെയാണ് അതിൽ പറയുന്നത് കേട്ടോ. യൂണിയൻ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ആസ് യൂസ് ഇൻ ദ ആർട്ടിക്കിൾ 3 ക്ലോസ് എ ഇൻക്ലൂഡ് യൂണിയൻ ടെറിട്ടറിയും കൂടി അതിൽ ഇൻക്ലൂഡ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ SR ബൊമ്മായി കേസിന്റെ ഇത് പറയുന്നുണ്ട്. SR ബൊമ്മായി കേസുമായി ബന്ധപ്പെട്ട് ഒരു ഇതിൽ വന്നതെന്ന് വെച്ചാൽ സുപ്രീം കോടതി പറഞ്ഞ എന്താണ്? ആക്ഷൻസ് ഓഫ് പ്രസിഡന്റ് ഡ്യൂറിംഗ് ദ സ്റ്റേറ്റ് എമർജൻസി വെർ ഓപ്പൺ ടു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി. ഓക്കെ, അപ്പം ഇപ്പൊ പ്രസിഡന്റ് റൂൾ ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയും. അങ്ങനെ ഒരു സമയത്ത് പ്രസിഡന്റ് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് പുറത്താണോ? അല്ല, അത് ഉള്ളിലാണ്. അത് ജുഡീഷ്യറിക്ക് നമുക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ജുഡീഷ്യറി ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്തതാണത്. അപ്പൊ ഈ ആർട്ടിക്കിൾ 370 എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ജമ്മു കാശ്മീർ നമ്മളെ കൂടെ ആയിരുന്നില്ല. അപ്പൊ ജമ്മു കാശ്മീറും പാകിസ്ഥാനിലേക്ക് ഉള്ള ചില അക്രമവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പം അന്നത്തെ അവിടുത്തെ മഹാരാജ ഹരിസിംഗ് എന്ത് ചെയ്തു? 1947 നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ എന്നുള്ള കാര്യത്തിൽ ഒപ്പിട്ട്. ഓക്കെ, അത് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിലേക്ക് കൂടിച്ചേരാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ചില ടെമ്പററി പ്രൊവിഷൻസ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് ചില സ്പെഷ്യൽ പ്രിവിലേജ് കൊടുത്തു. അതാണ് ആർട്ടിക്കിൾ 370. അത് 11th പാർട്ടിലാണ് കൊണ്ടുപോയിട്ടത്. അതിന്റെ അർത്ഥം എന്താ? അത് ടെമ്പററി ആണ്, ട്രാൻസിഷൻ ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അഥവാ താൽക്കാലികമായിട്ട് ഉണ്ടാവുള്ളൂ, പെർമനന്റ് ആയിട്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ആർട്ടിക്കിൾ 370 പറയുന്ന എന്താണ്? എക്സെപ്റ്റ് ഡിഫൻസും ഫോറിൻ അഫയേഴ്സും ഫിനാൻസും കമ്മ്യൂണിക്കേഷനും, ഈ 4 കാര്യങ്ങളല്ലാത്ത ഈ 4 കാര്യങ്ങളിൽ മറ്റുള്ള സ്റ്റേറ്റ്സ് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ജമ്മു കാശ്മീരിലും. ഈ 4 കാര്യങ്ങളല്ലാത്ത ഏത് കാര്യങ്ങളും പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ജമ്മു കാശ്മീരിൽ അപ്ലിക്കബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടുത്തെ സ്റ്റേറ്റിന്റെ കൺകറൻസ് വേണം, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ. ഈ 4 കാര്യങ്ങൾ വേണ്ട, ഡിഫൻസിൽ വേണ്ട, ഫോറിൻ അഫയേഴ്സിൽ വേണ്ട, ഫിനാൻസിൽ വേണ്ട, കമ്മ്യൂണിക്കേഷനിൽ വേണ്ട. അതല്ലാത്ത എല്ലാ കാര്യങ്ങളും, അതാണ് ആർട്ടിക്കിൾ 370 സിമ്പിൾ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് ആർട്ടിക്കിൾ 370 കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഇതാണ് ആർട്ടിക്കിളാണ് 35. അതുമായി ബന്ധപ്പെടുത്തിണ്ടായിരുന്നുണ്ടോ? 35A എന്ന് പറയുന്നത്. 35A എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റിലെ പെർമനന്റ് റെസിഡൻസ് ആരാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. അത് പ്രകാരം അവർക്ക് ചില പ്രിവിലേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം 370 ഇല്ലാതായതോടുകൂടി ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്തു? ഈ 35Aയും ഇല്ലാതായി എന്നുള്ളതാണ് അതിൽ അറിയേണ്ടത്. ഓക്കെ, അപ്പൊ പുതിയ യൂട്ടി ഉണ്ടാക്കി, സ്റ്റേറ്റ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ വരുന്ന ആർട്ടിക്കിൾ 3 വരുന്നത് ഡിലേന്ന്. അപ്പൊ അതാണ് പാർലമെന്റിനാണ് അത് ഉണ്ടാക്കാനുള്ള അധികാരം. മെയ്ഡ് ബൈ ലോ ടു ഫോം ന്യൂ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അൾട്ടർ ഏരിയാസ്, ബൗണ്ടറീസ്, നെയിംസ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാണ്? അൾട്ടർ ചെയ്യാനും പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കാനും പേര് മാറ്റാനൊക്കെ ഉള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. പ്രത്യേകം മനസ്സിലാക്കണം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനല്ല. പക്ഷേ പാർലമെന്റിന് ഇങ്ങനെ അധികാരമുണ്ട്. വളരെ സിമ്പിൾ മെജോറിറ്റിയിൽ ഇത് ചെയ്യാനും പറ്റും. സിമ്പിൾ മെജോറിറ്റി മതി, സ്പെഷ്യൽ മെജോറിറ്റി ഒന്നും വേണ്ട. പ്രത്യേകം മനസ്സിലാക്കണേ, പുതിയ സ്റ്റേറ്റിനാക്കണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണ്ട. പക്ഷേ 2 കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു കാര്യം ബില്ല് കൊണ്ടുവരുന്നതിന് മുന്നേ 2 കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷനുകൾ മനസ്സിലാക്കി വെക്കണം. ഒന്നാമത്തെ എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ വേണം. ഒന്നാമത്തെ കാര്യം, പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ഈ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏത് സ്റ്റേറ്റൊക്കെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ മാറ്റം വരുത്തുന്നത് ആ സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ചെയ്യണം? ഇത് കൺസൾട്ട് ചെയ്യണം. അവർക്ക് ഫസ്റ്റ് കൺസൾട്ട് ചെയ്യണം.
സ്റ്റേറ്റ് ഗവൺമെന്റിന് സമ്മതം വേണമെന്നല്ല, അവർ സമ്മതിക്കാതിരിക്കെ റിജക്ട് ചെയ്യുകയൊക്കെ ചെയ്തോട്ടെ, പക്ഷെ അവരെ ഒന്ന് കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവരെ കൺസൾട്ട് ചെയ്യുകയും ചെയ്യുക, പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷനിലും ബില്ല് കൊണ്ടുവരാ, പാർലമെന്റിൽ എവിടെയും കൊണ്ടുവരാ, ലോകസഭയിലോ രാജ്യസഭയിലോ എവിടെയും കൊണ്ടുവരാ, സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സായാൽ തന്നെ എന്ത് ചെയ്തു, ആ സ്റ്റേറ്റിന്റെ പേര് മാറിയതായിട്ട് കൂട്ടും, അല്ലെങ്കിൽ സ്റ്റേറ്റ് അൾട്ടർ ചെയ്യും, ഒക്കെ പറ്റും കേട്ടോ. 2 സ്റ്റേറ്റിനെ മുറിച്ച് ഒന്നാക്കാം, ഒരു സ്റ്റേറ്റ് മുറിച്ച് 2 ആക്കാം, അതൊക്കെ പറ്റും. സ്റ്റേറ്റിനെ യൂട്ടി ആക്കാം, യൂട്ടിനെ സ്റ്റേറ്റ് ആക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. അതാണ് മറ്റൊരു കാര്യം. വളരെ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആയതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. അടുത്ത നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി അമെന്റ്മെന്റ് ആക്ട് വന്നിട്ടുണ്ട്. പിന്നെ റീസെന്റ് ദ നാഷണൽ ഗവൺമെന്റ് ക്യാപിറ്റൽ ടെറിട്ടറി NCTD എന്ന് പറയും, NCTD. ഓക്കെ, ഗവൺമെന്റ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി അമെന്റ്മെന്റ് ആക്ട് വന്നിട്ടുണ്ട്. പ്രസിഡന്റിന് അസെന്റിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റിസീവ് ദ പ്രസിഡന്റ് അസെന്റ് ഓഫ് പ്രസിഡന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്ന ചില ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു പുതിയ അതോറിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, നാഷണൽ ക്യാപിറ്റൽ സിവിൽ സർവീസ് അതോറിറ്റി എന്ന് പറയും, NCCSA. ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുമ്പോൾ ഒരു നിയമപ്രകാരം കൊണ്ടുവന്നാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്ന് പറയും. അപ്പൊ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. എന്തിനാണ്? ലെഫ്റ്റനന്റ് ഗവർണർ. അവിടുത്തെ നമ്മൾക്കിപ്പോ കേരളത്തിൽ ഗവർണർ ഉണ്ടല്ലോ, ആരിഫ് പറഞ്ഞതുപോലെ, മുഹമ്മദ് ഖാൻ പറഞ്ഞതുപോലെ, അവിടെ ഉള്ളത് ഗവർണർ അല്ല, ലെഫ്റ്റനന്റ് ഗവർണർ എന്നാണ് ഡൽഹിക്ക് വേണ്ടി അത് പറയാം. അദ്ദേഹത്തിന് റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയാണ്. എന്തുമായി ബന്ധപ്പെട്ട്? ട്രാൻസ്ഫർ, പോസ്റ്റിംഗ്, വിജിലൻസ് ആൻഡ് അതർ ഇൻസിഡന്റൽ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ റെക്കമെൻഡേഷൻ കൊടുക്കാനുള്ള ഒരു ബോഡിയാണ് NCCA എന്ന് പറയുന്നത്. ഓക്കെ, ഇവരാണ് എന്ത് ചെയ്യുക? ഈ NCCA കാര്യങ്ങൾ എങ്ങനെ തീരുമാനിക്കുക? മാറ്റേഴ്സ് ബൈ ദ മെജോറിറ്റി ഓഫ് ദി വോട്ടിന്റെ ബേസിലാണ്, പ്രസിഡന്റ് വോട്ടിംഗിൽ മെജോറിറ്റി വോട്ടിന്റെ ബേസിലാണ് തീരുമാനിക്കുക. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇതിലേക്ക് 2 ആളെ അപ്പോയിന്റ് ചെയ്യുക. ആരൊക്കെ എന്നറിയോ? പ്രിൻസിപ്പൽ സെക്രട്ടറിനെയും ചീഫ് സെക്രട്ടറിനെയും. NCCയിൽ വരുന്ന മെമ്പേഴ്സ് ആരൊക്കെ? ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി ആണ് അതിന്റെ ചെയർമാന്. പ്രിൻസിപ്പൽ ഹോം സെക്രട്ടറി ഓഫ് ദി ഡൽഹി ഗവൺമെന്റ് മെമ്പർ ആയിരിക്കും. ചീഫ് സെക്രട്ടറി ഓഫ് ദി ഡൽഹി ഗവൺമെന്റ് ഇതിൽ മെമ്പർ ആയിരിക്കും കേട്ടോ, അറിഞ്ഞിരിക്കുക. പ്രിൻസിപ്പൽ സെക്രട്ടറിനെയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ ഇവര് 3 പേര് ഇരുന്നിട്ട് ആണ് ഇത് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞിരിക്കാം. അപ്പൊ ഇതിൽ ലെഫ്റ്റനന്റ് ഗവർണേഴ്സിനുള്ള പവേഴ്സ് എന്തൊക്കെയാണ്? പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. മാറ്റേഴ്സ് ഔട്ട്സൈഡ് ദ ലെജിസ്ലേറ്റീവ് കോമ്പറ്റൻസ് ഓഫ് ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലിന്റെ പുറത്തുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക ലെഫ്റ്റനന്റ് ഗവർണറാണ്. അതുപോലെ തന്നെ റിക്വയർഡ് ബൈ ദ ലോ, പിന്നെ അദ്ദേഹത്തിന് ഡിസ്ക്രിപ്ഷൻ ചെയ്യണം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെ എന്ത് ചെയ്യുക? അവിടെ ആർക്ക് സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാം? നമ്മുടെ ലെഫ്റ്റനന്റ് ഗവർണർക്ക് തീരുമാനിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രൈമസി ടു ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ചില അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷണറി റോള് കൊടുക്കുന്നുണ്ട്, ചില പവേഴ്സ്. എന്തിനു വേണ്ടി? ടു അപ്രൂവ് ദ റെക്കമെൻഡേഷൻ. ഈ NCCന്റെ റെക്കമെൻഡേഷൻസ് അപ്രൂവ് ചെയ്യാൻ വേണ്ടി. ഏതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ? അല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യുക, റീകൺസിഡർ ചെയ്യാൻ വേണ്ടി റിട്ടേൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അങ്ങനെ ഉണ്ടാവുന്ന വിഷയങ്ങളിൽ ലെഫ്റ്റനന്റ് ഗവർണറുടെ ഡിസിഷൻ എന്ന് പറയുന്നതായിരിക്കും ഫൈനൽ ആയിരിക്കും കേട്ടോ. ഇനി 2 പേരും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവുകയാണെങ്കിൽ, അദ്ദേഹവും അതോറിറ്റി തമ്മിലുള്ള 2 പേരും, അദ്ദേഹം പറയുന്നത് വേറൊന്ന്, അതോറിറ്റി പറയുന്നത് വേറൊന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനമായിരിക്കും മുന്നിട്ട് നിൽക്കുക, ലെഫ്റ്റനന്റ് ഗവർണറിന്റെ. ഓക്കെ, പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അതൊക്കെയാണ് അതിൽ അറിയേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഡിസ്പോസൽ ഓഫ് ദി മാറ്റേഴ്സ് ബൈ മിനിസ്റ്റേഴ്സിലുള്ള ചില കാര്യങ്ങളും ഈ രീതിയിലാണ് തീരുമാനിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗവർണൻസ് മോഡൽ. ഡൽഹിയിലുള്ള ഗവർണൻസ് മോഡൽ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിട്ടറി ആണ്. എന്നായിരുന്നു വെച്ചാൽ ഇത് യൂണിയൻ ടെറിട്ടറി ആക്കിയ 1956 യൂണിയൻ ടെറിട്ടറി ആക്കുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 239 പ്രകാരം ഡൽഹിനെ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റാണ്. അതുപോലെ തന്നെ പറയുന്നത് UTR ഡയറക്ട്ലി ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്ട്ലി ഗവർൺ ബൈ ദ പ്രസിഡന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. അപ്പൊ അങ്ങനെ പ്രസിഡന്റ് അദ്ദേഹം അപ്പോയിന്റ് ചെയ്ത ആളാണ് ലെഫ്റ്റനന്റ് ഗവർണർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ ചില സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നുണ്ട്. ഏത്? ബാലകൃഷ്ണൻ കമ്മിറ്റിയുടെ, ഈ കമ്മിറ്റി ഓർത്തിരിക്കണേ, ബാലകൃഷ്ണൻ കമ്മിറ്റി ഡൽഹിയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അങ്ങനെ 69th അമെന്റ്മെന്റ് പ്രകാരം 1991 ചിലക്ക് എന്ത് അവർക്ക് ചില സ്പെഷ്യൽ അധികാരം കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നാഷണൽ ഡൽഹി എന്നുള്ള അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹി എന്ന് മാറ്റിയിട്ട് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ആക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്ന NCTD എന്നാണ് കേൾക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആർട്ടിക്കിൾ 239 AA പ്രകാരം അവർക്ക് എന്ത് കൊടുത്ത്? ലെജിസ്ലേച്ചർ കൊടുത്ത്. ഓക്കെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും നമ്മളിപ്പം ഒരു നിയമസഭയൊക്കെ ഉണ്ടാക്കാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ആരെ പ്രഖ്യാപിക്കുന്നുണ്ട്? ലെഫ്റ്റനന്റ് ഗവർണറെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രകാരമാണ് പ്രവർത്തിക്കുക. അദ്ദേഹത്തിന് ഡിസ്ക്രിപ്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ ഒഴികെ. ഡിസ്ക്രിപ്ഷൻ ഉള്ളതിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യും. അവിടെ ചില ഡിസ്ക്രിപ്ഷൻസ് പവേഴ്സ് വെച്ച് കൂടുതലാണ് ലെഫ്റ്റനന്റ് ഗവർണർക്ക്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ലെഫ്റ്റനന്റ് ഗവർണറും അവിടുത്തെ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ തമ്മിൽ അടി കാണാറ്. കെജ്രിവാളും
ലഫ്റ്റനന്റ് ഗവർണർ ഇപ്പോൾ അടി കാണില്ലേ. പിന്നെ ഈ ഡൽഹി ലെജിസ്ലേച്ചർ ഇപ്പൊ നമ്മൾ കേരള ലെജിസ്ലേച്ചർ പറഞ്ഞ പോലെ സെയിം അധികാരമാണോ? അല്ല, വ്യത്യാസമുണ്ട് കേട്ടോ. അവർക്ക് പവർ ഉണ്ട്. ഏതൊക്കെ? ലെജിസ്ലേറ്റ് ഓവർ ദ സബ്ജക്ട് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും. അപ്പൊ കേരളത്തിൽ അങ്ങനെ തന്നെ അല്ലേ നിയമങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ കേരളത്തിൽ എന്താ സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റിലും ഫുൾ ഉണ്ടാക്കാം. പക്ഷെ ഇവർക്ക് 4 ഉണ്ടാക്കാൻ പറ്റൂല. പോലീസ്, പബ്ലിക് ഓർഡർ, 3 ഈ 3 കാര്യങ്ങൾ പാർലമെന്റ് തീരുമാനിക്കാം. ഇതല്ലാത്ത സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലുള്ള എല്ലാ വിഷയങ്ങളും ആർക്ക് തീരുമാനിക്കാം? പാർലമെന്റ്, ഈ ഡൽഹി ലെജിസ്ലേച്ചറിന് തീരുമാനിക്കാം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അത് അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ GNCTD ആക്ട് വരുന്നുണ്ട്, ഗവൺമെന്റ് ഓഫ് ദി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ആക്ട് 1991 ആണ്. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ഡൽഹി അസംബ്ലി, ഡൽഹി ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ പറയുന്നത് അതിലാണ് കേട്ടോ. 951 ഇതിന്റെ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ 951 എന്ന് പറയുന്നത് പാർട്ട് സിയിൽ വരുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു ഡൽഹി. ഓക്കെ, പാർട്ട് സി സ്റ്റേറ്റ് ആയിരുന്നു. 952 എന്ത് ചെയ്തു, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ഡൽഹി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മിനിസ്റ്റേഴ്സിനൊക്കെ എലക്ട് ചെയ്യുന്നുണ്ട്. 956 എന്ത് ചെയ്യുന്നുണ്ട്, UT ആയിട്ട് മാറുന്നുണ്ട്, യൂണിയൻ ടെറിട്ടറി. 966 എന്ത് ചെയ്യുന്നുണ്ട്, ചില എക്സ്ട്രാ പവേഴ്സ് അവർ കൊടുക്കുന്നുണ്ട്. 991 എന്ത് ചെയ്യുന്നുണ്ട്, 69th അമെൻഡ്മെന്റ് പ്രകാരം നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ആക്കി മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ 2021 ഇതിന്റെ അമെൻഡ്മെന്റ് വരുന്നുണ്ട്. അങ്ങനെ അതിന്റെ എവല്യൂഷൻ ഉള്ളത് മനസ്സിലാക്കി വെക്കുക. അതാണ് അതിൽ അറിയേണ്ട ഒരു കാര്യം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. ഡൽഹിയുമായി ബന്ധപ്പെട്ട ന്യൂസ് ആണ്, ക്ലിയർ മനസ്സിലാക്കി വെക്കാം. അടുത്ത ന്യൂസ് ഉണ്ടായിരുന്നത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആണ്. അപ്പൊ നമുക്ക് കരുതൽ തടങ്കൽ എന്നുള്ള സംഗതി ഉണ്ടല്ലോ. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞെന്ന് വെച്ചാൽ, സുപ്രീം കോടതി ഒബ്സർവ് ചെയ്യുന്നത് ഈ പ്രിവെന്റീവ് ഡിറ്റൻഷൻ, കരുതൽ തടങ്കൽ. അപ്പൊ നമ്മളിപ്പോ 2 രീതിയിലാണ് തടങ്കലിൽ വെക്കുക. ഒന്നെങ്കിൽ തെറ്റ് ചെയ്താൽ, പക്ഷെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ശിക്ഷ കിട്ടും, അങ്ങനെ ചിലപ്പോൾ തടങ്കലിൽ പോവാം. പക്ഷെ തെറ്റ് ചെയ്യാതെ, തെറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് കണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പം നമ്മൾ തടങ്കലിൽ വെക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇത് കരുതൽ തടങ്കൽ. ഓക്കെ, അതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയും. തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു വെച്ചാൽ അങ്ങനത്തെ ഒരു ക്ലോസ് ഇപ്പൊ ലോകത്ത് എവിടെയില്ല. അതുകൊണ്ട് ഇവിടെ ഇന്ത്യയിലുണ്ട്. ലോകത്ത് പൊതുവെ അത് കുറവാണ്. ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അത് റയറസ്റ്റ് ഓഫ് ദി റയർ കേസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്താണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിറ്റൻഷൻ ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് ട്രയൽ ആൻഡ് കൺവിക്ഷൻ ബൈ കോർട്ട്. ഇപ്പൊ കോടതിയോ വിചാരണ ഒന്നും കൂടാതെ ഒരാൾ അറസ്റ്റ് ചെയ്യുക, തടങ്കലിൽ വെക്കുക. എന്തിനു വേണ്ടി? അദ്ദേഹം തെറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഡേഞ്ചറസ് ടു പബ്ലിക് ഓർഡറിന് എന്താണ് സാധ്യത ഉണ്ട് എന്ന് കണ്ടിട്ട് കൊണ്ട് ജയിലിലിടാം, അല്ലെങ്കിൽ തടങ്കലിൽ വെക്കുക. ചിലപ്പോൾ വീട്ടിലാവാം, എവിടെയാവാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അഥവാ ഭാവിയിൽ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, തെറ്റ് ചെയ്തതിന്റെ പേരല്ല. ഇപ്പൊ നമ്മൾ ഉദാഹരണം, ഇപ്പൊ ഒരാൾ ഇവിടെ നിന്നാൽ ഇപ്പൊ ഒരു കൊലപാതകം ഉണ്ട്, സാധ്യത ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇയാളെ തടങ്കലിൽ വെക്കുന്ന പോലെ സിമ്പിൾ ആയിട്ട്. ചെയ്തിട്ടില്ല, പക്ഷെ ഇവിടെ ഉണ്ടെങ്കിൽ ചെയ്യും, അങ്ങനെ പറഞ്ഞാൽ. അപ്പൊ ഈ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഏത് ആർട്ടിക്കിൾ 22 ഇതിലൊക്കെയാണുള്ളത് പറയുന്നത്. 22 ക്ലോസ് 1, 22 ക്ലോസ് 2 എന്ത് ചെയ്യുന്നുണ്ട്, നോട്ട് അവൈലബിൾ ടു എ പേഴ്സൺ. ഈ പ്രിവെന്റീവ് ഡിറ്റൻഷൻ പ്രകാരം അറസ്റ്റ് ചെയ്ത ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യൂല, ഈ ആർട്ടിക്കിൾ 22 ക്ലോസ് 1 2 പറയുന്ന ഇത് അയാൾക്ക് കിട്ടൂല. അഥവാ 24 മണിക്കൂറിലും മജിസ്ട്രേറ്റ് ഹാജരാക്കും, അങ്ങനത്തെ ചില ഇത് അതിൽ പറയുന്നുണ്ട്. ആ 22 ചില റൈറ്റ്സ് ആർക്ക് കിട്ടുന്നില്ല, ഇത്തരത്തിലുള്ള അറസ്റ്റ് ചെയ്ത ആൾക്ക് കിട്ടുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ പാർലമെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ക്ലൂസീവ് അധികാരമുണ്ട് ഈ പ്രിവെന്റീവ് ഡിറ്റൻഷൻ തീരുമാനിക്കാൻ. ഏതൊക്കെ കാര്യങ്ങളിൽ? ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ, ഇത്തരം മാറ്റേഴ്സിലൊക്കെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരായിരിക്കും? പാർലമെന്റ് ആയിരിക്കും. സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്റ്റേറ്റ് ആയിരിക്കും തീരുമാനിക്കുക കേട്ടോ. പാർലമെന്റിനും സ്റ്റേറ്റ്സിനും എന്ത് ചെയ്യാൻ പറ്റും, കൺകറന്റ്ലി ചില റീസൺസിൽ ഉണ്ടാക്കാൻ പറ്റും. സെക്യൂരിറ്റി ഓഫ് സ്റ്റേറ്റ്, മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ, മെയിൻ്റനൻസ് ഓഫ് ദി സപ്ലൈ സർവീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, 2 പേർക്കും തീരുമാനിക്കാം കേട്ടോ. പിന്നെ ഇതിലൊക്കെ അത് പറയുന്നുണ്ട് മൾട്ടിപ്പിൾ ലോ സച്ച് ആസ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, നർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രിവെന്റീവ് ഡിറ്റൻഷൻ പറയുന്നുണ്ട്. മുമ്പ് ഒരു UPSC ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഏത്? കരുതൽ തടങ്കൽ, പ്രിവെന്റീവ് ഡിറ്റൻഷനുമായി ബന്ധപ്പെട്ട് ഒന്ന് ആർട്ടിക്കിൾ 22 ക്ലോസ് 1 പറയുന്നുണ്ട്. പിന്നെ നോ പേഴ്സൺ എന്ത് ചെയ്യാൻ ഡിറ്റൈൻ ചെയ്യാൻ പറ്റില്ല കസ്റ്റഡി വിത്തൗട്ട് ബീങ് ഇൻഫോംഡ്. എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നുള്ള അധികം എന്താ കാരണം അവനക്ക് ബോധിപ്പിക്കണം നിർബന്ധമായിട്ടും, അത് നിർബന്ധമാണ് ഒന്നാമത്തത്. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട്, എവരി പേഴ്സൺ അറസ്റ്റ് ചെയ്ത ആളുകൾ എന്ത് ചെയ്യണം, വിത്തിൻ 24 hours മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
ഇങ്ങനെ 2 ക്ലോസ് സാധാ നിയമങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ, തെറ്റ് ചെയ്താല്. പക്ഷെ ആർട്ടിക്കിൾ 22 ക്ലോസ് 3 പറയുന്നത് വെച്ചാൽ അബൌട്ട് 2 ക്ലോസസ് വിൽ നോട്ട് അപ്ലൈ ടു എ പേഴ്സൺ. ഈ ഒരു പ്രിവെന്റീവ് ഡിറ്റൻഷൻ പ്രകാരം വന്നതാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യൂല, ഈ 2 സാധനം കിട്ടൂല. ഓക്കെ, എന്തിനാണ് ഇൻഫോം ചെയ്യുക? രണ്ടാമത്തെ കാര്യം, 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുക. അപ്പൊ നിങ്ങൾ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ കാണുന്നതാണ്, സ്റ്റേഷനിൽ അങ്ങനെ വെക്കൂല, 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും. നിർബന്ധമാണ് ഹാജരാക്കൽ, ഇല്ലെങ്കിൽ അവർക്ക് പ്രശ്നം വരും. അപ്പൊ ഈ 2 കാര്യങ്ങൾ ആർക്കും കിട്ടൂല? പണിറ്റി ഡിറ്റൻഷൻ പ്രകാരം കിട്ടും, അഥവാ നമ്മൾക്ക് തെറ്റ് ചെയ്ത് ശിക്ഷ കിട്ടുന്ന ആൾക്ക് കിട്ടും. അതേ സമയത്ത് തെറ്റ് ചെയ്യാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് കിട്ടാത്ത 2 കാര്യങ്ങളാണിത്. പിന്നെ 22 ക്ലോസ് 4 പറയുന്നത് എന്താണ്? ഇവർക്ക് പ്രിവെന്റീവ് ഡിറ്റൻഷൻ അത് ഇയാൾക്ക് ഉണ്ട് കേട്ടോ, പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഉള്ള ആൾക്കാർക്ക് ഉണ്ട്. എന്താ പറയുന്നത് വെച്ചാൽ, ഇങ്ങനെ പ്രിവെന്റ് എത്ര മാസം വരെ തടങ്കലിൽ വെക്കാം? മാക്സിമം 3 മാസം വരെ. 3 മാസത്തിൽ കൂടുതൽ വെക്കണമെങ്കിൽ ഈ ഒരു അഡ്വൈസറി ബോർഡ് ഉണ്ട്. ഈ അഡ്വൈസറി ഹൈക്കോടതി ജഡ്ജിമാരെ അടങ്ങുന്ന ഒരു അഡ്വൈസറി ബോർഡാണ്. ഈ അഡ്വൈസറി ബോർഡിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ 3 മാസത്തിൽ കൂടുതൽ വെക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അഡ്വൈസറി ബോർഡിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ആരാണ്? പാർലമെന്റ് ആണ് തീരുമാനിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ പാർലമെന്റ് എന്ത് ചെയ്യുക, മാക്സിമം പീരീഡ് കൂട്ടേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടാൻ പാർലമെന്റിനാണ് അധികാരം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഏതൊക്കെയാണെന്ന് പറയാം. ജുഡീഷ്യൽ ഒന്ന് AK ഗോപാലൻ കേസിൽ അത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഓക്കെ റെഡി, ഇങ്ങനത്തെ ഒരു പ്രിവെന്റീവ് ഡിറ്റൻഷൻ അതിലുണ്ട്, ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഷിബൻലാൽ കേസ് പറയുന്നത് ഉത്തർപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. പിന്നെ അതുപോലെ തന്നെ ശംഭുനാഥ് ശങ്കർ കേസ്, ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? പ്രിവെന്റീവ് ഡിറ്റൻഷനുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അതാണ് അതിൽ അറിയേണ്ട കാര്യം, പ്രിവെന്റീവ് ഡിറ്റൻഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ന്യൂസ് ആണ് പേഴ്സണാലിറ്റി റൈറ്റ്. ന്യൂസിൽ വരാൻ കാരണം റീസെന്റ് ഡൽഹി ഹൈക്കോർട്ട് പറഞ്ഞതാണ്, ചില ബോളിവുഡ് ആക്ടർക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി റൈറ്റ്സ് ഉണ്ട് എന്നാ പറയുന്നത്. അതോ തേർഡ് പാർട്ടി എന്ത് ചെയ്യാൻ പാടില്ല, ചില പേഴ്സണാലിറ്റി റൈറ്റ്സുകൾ ഉണ്ട്, അത് മറ്റുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, പേഴ്സണാലിറ്റി റൈറ്റ് എന്ന് പറയുമ്പോൾ റെഫേഴ്സ് ദ റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു പ്രൊട്ടക്ട് ഹിസ് ഓർ പേഴ്സണാലിറ്റി. എന്താണ്? അണ്ടർ ദ റൈറ്റ് ടു പ്രൈവസിയോ പ്രോപ്പർട്ടിന്റെ ഒക്കെ ബേസിൽ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി പ്രൊട്ടക്ട് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ റൈറ്റ്സിനെ പറയുന്ന പേരാണ് പേഴ്സണാലിറ്റി റൈറ്റ് എന്ന് പറയും. അപ്പൊ അതെന്ന് പറയുന്ന നെയിം ആവാം, വോയിസ് ആവാം, സിഗ്നേച്ചർ ആവാം, ഇമേജ് ആവാം, മറ്റുള്ള എന്തും ആവാം. ഓക്കെ, അദ്ദേഹത്തെ പേഴ്സണാലിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി റൈറ്റ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പൊ പേഴ്സണാലിറ്റി റൈറ്റ് എന്ന് പറയുമ്പോൾ അപ്പൊ ഇന്ത്യയിൽ ഇപ്പം ഇത് റൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു റൈറ്റ്സ് എക്സ്പ്രസ്ലി എന്ത് ചെയ്യുന്നില്ല, നമ്മളുടെ ഒരു നിയമത്തിലും അത് പറയുന്നില്ല. ഓക്കെ, പക്ഷേ നമുക്ക് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും, റൈറ്റ് ടു പ്രൈവസിയിലും റൈറ്റ് ടു പ്രോപ്പർട്ടിയിലും നോക്കിക്കഴിഞ്ഞാൽ അതുണ്ട്, ഹിഡൻ ആയിട്ടുണ്ട്. അങ്ങനെയാണ് സുപ്രീം കോടതി ഇത് പറയുന്നത്. അപ്പം കോമൺസ് ഓഫ് പേഴ്സണാലിറ്റി റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു പബ്ലിസിറ്റി ആണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഒരു ഇമേജ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊണ്ടുപോകാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കൊമേഴ്ഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പൊ നമ്മളൊരാളെ സമ്മതം ഇല്ലാതെ ഒരാളെ പരസ്യത്തിൽ ഒരാൾ ഫോട്ടോ കൊടുക്കാൻ പറ്റൂല. അപ്പൊ അത് ഓൾറെഡി എവിടെ പറയുന്നുണ്ട്, ട്രേഡ് മാർക്ക് ആക്ടിലൊക്കെ 1999 പറയുന്നുണ്ട്, കോപ്പിറൈറ്റ് ആക്ടിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ റൈറ്റ് ടു പ്രൈവസിയിൽ പറയുന്നുണ്ട്. പ്രൈവസി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളെ പേഴ്സണാലിറ്റി നമുക്ക് ഒരു രീതിയിലും ഉപയോഗിക്കാൻ പാടില്ല, പേഴ്സണാലിറ്റി റെപ്രസെന്റഡ് പബ്ലിക്കലി ചെയ്യാൻ പാടില്ല. അത് എവിടെ പറയുന്നുണ്ട്? ആർട്ടിക്കിൾ 21 കോൺസ്റ്റിറ്റ്യൂഷൻ 21 പ്രൈവസി പറയുന്നത്, അവിടെ പറയുന്നുണ്ട്. അതോ KS പുട്ടസ്വാമി കേസിലാണ് ഈ ഒരു റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് വരുന്നത്. ആ ഫണ്ടമെന്റൽ റൈറ്റ്സിലും ഇത് ഇൻക്ലൂഡ് ആണ്. അതുപോലെ തന്നെ റൈറ്റ് ടു പബ്ലിസിറ്റി എന്നുള്ള അതിലും ഇതെന്താണ്, ഇൻക്ലൂഡ് ആണ് അറിഞ്ഞിരിക്കാം. പിന്നെ പോസ്റ്റ്മസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി റൈറ്റ്സ് ഉണ്ട് അല്ലെ. എംബ്ലംസ് ആൻഡ് നെയിംസ് പ്രിവെൻഷൻ ഇംപ്രോപ്പർ യൂസ് ആക്ട് ഉണ്ട്. ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അയാളെ നമുക്ക് മറ്റുള്ള ആളുകളുടെ ഇത് ഉപയോഗിക്കുക അൺഓതറൈസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നതിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. IPC പറയുന്നുണ്ട് അല്ലെ, ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് എന്തെങ്കിലും ഡിഫോമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഫാമിലിക്കൊക്കെ അത് കേസ് കൊടുക്കാൻ പറ്റും കേട്ടോ, അറിഞ്ഞിരിക്കാം. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ പേഴ്സണാലിറ്റി റൈറ്റ്സ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലിസിറ്റ്ലി അങ്ങനെ ഇല്ലെങ്കിൽ കൂടിയും ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു കേസ് എവിടെയും ഒരു കൺവെൻഷൻ ഒന്നും ഇല്ല. പക്ഷെ ഏതുണ്ട്, ചില സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഇതുണ്ട്. റോം കൺവെൻഷൻ 1961, ട്രിപ്സ് അഗ്രിമെന്റ് 1994, അതുപോലെ തന്നെ വിപ്പ് ഓഫ് പെർഫോമൻസ് ഫോണോഗ്രാംസ് ട്രീറ്റി. ഇത് പ്രകാരമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പേഴ്സൺസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, പേഴ്സണാലിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഇതിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കൺവെൻഷൻ ഒന്നും ഇല്ല. പക്ഷെ മറ്റുള്ള ചില കൺവെൻഷനിൽ ഇതിന്റെ മെൻഷൻ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഏത്? പേഴ്സണാലിറ്റി റൈറ്റ്സ്. അതാണ് പേഴ്സണാലിറ്റി റൈറ്റ്സുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ
പേഴ്സണാലിറ്റി റൈറ്റ്സുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട് റൈറ്റ് ടു പ്രൈവസിയിലൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ദിസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 300A പറയുന്നുണ്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി റൈറ്റ് ആണ്. മുമ്പ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നേ, പക്ഷെ 44ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒഴിവാക്കി. ഓക്കെ, അതിന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ പാടില്ല, എടുത്ത് ഒഴിവാക്കാം, സമ്മതമില്ലാതെ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജുഡീഷ്യൽ പ്രൊക്യൂർമെന്റ് പ്രൊണൗൺസ്മെന്റ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ദീപ ജയകുമാർ കേസിൽ ഇത് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ സാക്ഷി മാലിക് കേസിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. അതാണ് അതിൽ അറിയേണ്ട കാര്യം. അടുത്തൊരു ടോപ്പിക് നമുക്ക് പറയാനുള്ള ഹെയ്റ്റ് സ്പീച്ച് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹെയ്റ്റ് സ്പീച്ച് ആണ്. ഹെയ്റ്റ് സ്പീച്ച് നോക്കാം. റീസെന്റ് സുപ്രീം കോടതി സ്ട്രെസ് ചെയ്തിട്ടുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലോങ് ടേം സൊല്യൂഷൻ ഇതിന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെയ്റ്റ് സ്പീച്ച് ഭയങ്കര കൂടി വരാണല്ലോ, അപ്പൊ അതിന്റെ ലോങ് ടേം സൊല്യൂഷൻ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ന്യൂസ് വരാൻ കാരണം. അപ്പൊ ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് എന്തില്ല, നമ്മളുടെ ഒരു നിയമത്തിലും എവിടെയും ഡിഫൈൻ ചെയ്യുന്നൊന്നുമില്ല. പ്രത്യേകം മനസ്സിലാക്കി വെക്കണേ. ഇപ്പൊ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ തെറ്റായിരിക്കും. പക്ഷേ എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ നമ്മൾ ഇതാക്കുന്ന മറ്റു പല രൂപത്തിലും ഡയറക്റ്റ് ആയിട്ടില്ലെങ്കിൽ കൂടി മെൻഷൻസ് കാണാൻ പറ്റും. ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ എക്സ്പ്രഷനിലൂടെ, ഇമേജോ കാർട്ടൂണോ, എങ്ങനെ ഏത് രൂപത്തിലും ഒബ്ജക്ട്സോ എന്താവട്ടെ, ഏതിലൂടെയും സിമ്പിൾസിലൂടെ ഒക്കെ എന്ത് ചെയ്യാം, ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ, ഒരാളെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളും അങ്ങനെയുള്ളൊക്കെ ഹെയ്റ്റ് സ്പീച്ചിൽ വരാം. അപ്പൊ റെഗുലേഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലെന്ന് വെച്ചിട്ടുണ്ട്. ചില കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 19 ക്ലോസ് 2 പറയുന്നുണ്ട്, പബ്ലിക് ഓർഡറിന്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചില ഹെയ്റ്റ് സ്പീച്ച് നമുക്ക് അറ്റൈൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ചില സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമുക്ക് ഉണ്ടെങ്കിൽ കൂടിയും അത് നമുക്ക് എന്ത് ചെയ്യാണ്, അതിനുള്ള ചില ലിമിറ്റേഷൻസ് ഉണ്ട്, അതിന്റെ ഭാഗമായിട്ട് അത് ചെയ്യാം. പിന്നെ ഭാരതീയ ന്യായശാസ്ത്ര സംഹിതയിൽ പറയുന്നുണ്ട്, IPC പറയുന്ന കാര്യങ്ങൾ സെക്ഷൻ 196 പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ലിമിറ്റി ഒക്കെ ഉണ്ടാക്കാൻ, ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ലിമിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പറയുന്ന കാര്യങ്ങൾ അത് പീനലൈസ് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ സെക്ഷൻ 299 പറയുന്നുണ്ട്, പണിഷ്മെന്റ് പറയുന്നുണ്ട്. സെക്ഷൻ 353(1) ക്ലോസ് 2 പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റോ റൂമറോ എന്തേ പരത്തി കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ശിക്ഷ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ അതിൽ പറയാൻ പറ്റും. പിന്നെ മറ്റൊരു ആക്ട് പറയുന്ന റെപ്രസെന്റേറ്റീവ് പീപ്പിൾസ് ആക്ട്, RPA 1951. RPA ഇമ്പോർട്ടന്റ് ആണ്. RPA 1950 51 ഉണ്ട്, രണ്ടും നോക്കി വെക്കണേ, കഴിയെങ്കിൽ മെയിൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 1951 പറയുന്നുണ്ട്, ഒരുപാട് ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഒരുപാട് ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അതിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് എന്ത്, ഇത്തരത്തിലുള്ള ഇല്ലെജിറ്റിമേറ്റ് യൂസ് ഓഫ് ദി ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടിക്കഴിഞ്ഞ ആളാണെങ്കിൽ പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ 123 ക്ലോസ് 3A അതിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഗ്രൗണ്ട്, റിലീജിയൻ, റേസ്, കാസ്റ്റ്, ലാംഗ്വേജ്, അതിന്റെ പേരിലൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, പരസ്പരം ഇത്തരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ചും കാര്യങ്ങളൊക്കെ നിരോധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ആർട്ടിക്കിൾ ഒന്നും അങ്ങനെ പഠിച്ചു വെക്കണമെന്നില്ല, പക്ഷെ സെക്ഷൻ RPA ഉണ്ട് എന്നുള്ള മെയിൻ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാൻ നല്ലതാണ്. ഹെയ്റ്റ് സ്പീച്ചുമായി ബന്ധപ്പെട്ട് മെയിൻസിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സിൽ പറയുന്നത് 1955 പറയുന്നുണ്ട് എന്താണ്, പിന്നെ അൺടച്ചബിലിറ്റി പോലത്തെ കാര്യങ്ങൾ വേർഡിലോ സ്പോക്കൺ ആയിട്ടോ റിട്ടൺ ആയിട്ടോ ഒന്നും പാടില്ല, അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരും, ഒന്നും പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആക്ട് പറയുന്നത് 1988 അതും പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് എക്സ്പ്ലിസിറ്റ്ലി അങ്ങനെ ഹെയ്റ്റ് സ്പീച്ചിന് മാത്രമായിട്ടല്ല, പക്ഷെ പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഇതും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ ജുഡീഷ്യൽ ആയിട്ടുള്ള ചില കേസുകളുമായി ബന്ധപ്പെട്ട് എന്താ പറയുന്നത്, പ്രവാസി ബാലി സംഘാതൻ കേസിൽ പറയുന്നുണ്ട് കേട്ടോ, നെഗറ്റീവ് ഇമ്പാക്ട് ഇത്രത്തോളം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ശ്രേയ സിംഗൽ കേസിൽ 2015 പറയുന്നുണ്ട്. ഓക്കെ, 19 ക്ലോസ് 2 എന്ത് ചെയ്യുക, റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആക്കി ഹെയ്റ്റ് സ്പീച്ച് വെക്കാന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അമിഷ് ദേവ്ഗൺ കേസിൽ പറയുന്നുണ്ട്. ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട കേസുകൾ. ഇപ്പൊ നമുക്കൊരു പൊളിറ്റിയിലും ഒരു ടോപ്പിക് എഴുതുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഉണ്ടോ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടോ, ഏതെങ്കിലും ആക്ടുകൾ ഉണ്ടോ, അതുപോലെ തന്നെ ഏതെങ്കിലും ജുഡീഷ്യൽ പ്രൊണൗൺസ്മെന്റ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. അപ്പൊ അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കുക. പിന്നെ മറ്റൊരു ന്യൂസിൽ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 ന്യൂസിൽ വരാൻ കാരണം സുപ്രീം കോടതി ഒബ്സർവ് ചെയ്യുന്നതാണ്. ഇറ്റ് കനോട്ട് ഓർഡർ എ ബ്ലാങ്കറ്റ് സ്റ്റേ ഓൺ വർഷിപ്പ് ഓഫ് ആക്ട് പ്ലീസ് എന്നാണ് പറയുന്നത്. അതോ അപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഒരു
ഒരു സ്ഥലത്ത് അവിടെ ആരാധന ചെയ്യാൻ പാടില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സുപ്രീം കോടതിക്ക് ഒറ്റ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ട് ഉണ്ട്. ഈ ആക്ട് പ്രകാരം എന്താ പറയുന്നത്, പ്ലേസസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് 1991. ഈ ആക്ട് ഇപ്പൊ ഒരുപാട് പ്രാവശ്യങ്ങൾ ഇപ്പൊ അയോധ്യ കേസും മറ്റുള്ള ഒരുപാട് കേസുകൾ ഇപ്പം ഒരുപാട് ഗ്യാൻവാബി പള്ളിയുടെ കേസൊക്കെ വന്ന സമയത്തൊക്കെ ഈ ആക്ടുകൾ നിരന്തരമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഈ ആക്ട് മനസ്സിലാക്കി വെക്കാം. ഈ ആക്ടിൽ പറയുന്നത് വെച്ചാൽ 947 ആക്ട് പറയാണ്, the religious character of a place of worship shall continue to be the same as it was on August 15, 1947. അപ്പൊ 947 ഓഗസ്റ്റ് 15 ഒരു ആരാധനത്തിന്റെ എന്താണോ അതിന്റെ ക്യാരക്ടർ, അപ്പൊ ഹിന്ദുവിന്റെ ആണ് ഹിന്ദു റിലീജിയന് ബന്ധപ്പെട്ടതാണെങ്കിൽ അങ്ങനെ, മുസ്ലിമിന്റെ ആണ് മുസ്ലിം റിലീജിയന് ബന്ധപ്പെട്ടതാണെങ്കിൽ അങ്ങനെ, അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് ഇനി എന്ത് മുമ്പത്തെ കാര്യങ്ങൾ അതിനു മുമ്പ് ഇത് മറ്റുള്ള റിലീജിയന്റെ ആയിരുന്നു എന്ന് പറഞ്ഞാലും മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ പറയുന്നത് നോ പേഴ്സൺ ഷാൾ കൺവേർട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിഫറെന്റ് ഡൊമീനിയനിലോട്ടോ ഡിനോമിനേഷനിലോട്ടോ സെക്ഷനിലോട്ടോ മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഒബ്ലിഗേഷൻ ഉണ്ട്, എന്ത് ചെയ്യണം, പിന്നെ സ്റ്റേറ്റ്സിന്റെ മുകളിലാണ് ടു മെയിൻറ്റെയിൻ ദ റിലീജിയസ് ക്യാരക്ടർ. അല്ല ആ രീതിയിൽ എന്ത് ചെയ്യാണ്, ഇൻഡിപെൻഡൻസ് സമയത്ത് എങ്ങനെ ആയിരുന്നു അതിന്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നത് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു ഓർഡർ ആർക്ക് കൊടുക്കുന്നുണ്ട്, സ്റ്റേറ്റ്സിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനുശേഷം വരുന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്യൂല, അവര് പരിഗണിക്കൂല എന്നാ പറയുന്നത്. പക്ഷെ അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഏതാ? ഒന്ന് അയോധ്യക്ക് എക്സെപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് അത് അയോധ്യ മുമ്പുള്ളത് എങ്ങനെയാണോ 947 എങ്ങനെയാണോ അങ്ങനെയൊന്നുമില്ല, അത് എക്സെപ്ഷൻ ഉണ്ട്. അതിന്റെ പേരിലാണ് അയോധ്യ വിധിയൊക്കെ പിന്നീട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതേസമയം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മോണിമെന്റ്സ് സൈറ്റ്, ആൻഷ്യന്റ് മോണിമെന്റ്സ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് റിമൈൻസ് ആക്ടിൽ വരുന്ന സാധനമാണെങ്കിലും ഇതിന്റെ എക്സെപ്ഷൻ ഉണ്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യം ഡിസ്പ്യൂട്ട് ഫൈനലി സെറ്റിൽ ചെയ്തിട്ടുണ്ട്, അതിനും എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനി കൺവേർഷൻ ഓഫ് എനി സച്ച് പ്ലേസസ് എഫക്റ്റഡ് ബിഫോർ സച്ച് കമൻസ്മെന്റ്, മുമ്പ് ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ ആ രീതിയിലാണ് ഉണ്ടായിരുന്നെങ്കിലും അതിനും എന്ത് ചെയ്യുന്നുണ്ട്, ചില എക്സെപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മാറ്റി നിർത്തിയാല് ഇനി ഒരു ആരാധനാലയവും 947 ഓഗസ്റ്റ് 15 എങ്ങനെയാണോ അതിന്റെ ക്യാരക്ടർ എന്ത് വന്നാലും മാറ്റം വരുത്താൻ പാടില്ല. മുമ്പത്തത് എങ്ങനെയും ചിന്തിക്കേ വേണ്ട. മുമ്പ് ഇത് ആരുടെ ആരാധനാലയമായിരുന്നു ചിന്തിക്കേണ്ട ആവശ്യമില്ല. 947 എങ്ങനെയാണോ അതന്നെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത്. ഒരു എക്സെപ്ഷൻ അയോധ്യക്കാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇതിന് പെനാൽറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ ഇതിനെതിരെ സംഭവിച്ചു കഴിഞ്ഞാൽ 3 വർഷം വരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജയിലും ശിക്ഷയൊക്കെ കിട്ടുന്നു പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതാണ് അതിൽ അറിയേണ്ടത്. ഈ ന്യൂസ് ഇപ്പൊ ഒരുപാട് ന്യൂസിൽ ഇപ്പൊ ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് വന്നതുകൊണ്ടാണ് അത് എടുത്തു പറയാനുള്ള കാരണം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അത് കൂടാതെ ചെറിയ കുറച്ച് ഇമ്പോർട്ടന്റ് ന്യൂസിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് 8th ഷെഡ്യൂൾ ന്യൂസിൽ വന്നിരുന്നു. 8th ഷെഡ്യൂൾ ന്യൂസിൽ വരാൻ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഒഡീഷ ക്യാബിനറ്റ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ്, പ്രപ്പോസ് ചെയ്താണ് കുയി ലാംഗ്വേജ് കേട്ടോ. കുയി തന്നെ വായിക്കാൻ തോന്നുന്നു, നോക്കാം, ഫ്രോൺസ് അങ്ങനെ വായിക്കാം, ചിലപ്പോൾ മാറ്റം ഉണ്ടാവാം. ഈ കുയി ലാംഗ്വേജ് എന്ത് ചെയ്യുന്നുണ്ട്, 8th ഷെഡ്യൂൾ പെടുത്തണം എന്ന് പറയുന്നത്. 8th ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് ചില ഒഫീഷ്യൽ ലാംഗ്വേജ്, രാജ്യത്തിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് അതിൽ പറയുന്നത്. ഇപ്പൊ 22 ലാംഗ്വേജ് അതിലുണ്ട്. ഒറിജിനലി 14 ലാംഗ്വേജ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 7 ലാംഗ്വേജ് കൂട്ടി. ഏതൊക്കെ? സിന്ധി കൂട്ടി, പിന്നെ അതുപോലെ തന്നെ കൊങ്കണി കൂട്ടി, മണിപ്പൂരി കൂട്ടി, നേപ്പാൾ കൂട്ടി, പിന്നെ അതുപോലെ തന്നെ സന്താലി കൂട്ടി, ദോഗ്രി കൂട്ടി, മൈഥിലി കൂട്ടി, ബോഡോ കൂട്ടി. ബോഡോ ആണ് ഇപ്പൊ ലാസ്റ്റ് 2003 വന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 22 ലാംഗ്വേജ് ഉണ്ട്. ഇനി എന്ത് ചെയ്യാണ്, കുയി ലാംഗ്വേജ് അതിലേക്ക് കൂട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുയി ലാംഗ്വേജിനെ കുറിച്ചൊന്ന് പഠിക്കണം, വിട്ടുപോകരുത്. പിന്നെ ഈ 22 ലാംഗ്വേജ് ഏതൊക്കെയെന്ന് നോക്കണം, നിർബന്ധമാണ്. അതിൽ ഇംഗ്ലീഷ് ഉണ്ടോ ഇല്ലയേ ഒക്കെ നോക്കണം. ഇംഗ്ലീഷ് അതിലില്ല കേട്ടോ. അപ്പൊ ഷെഡ്യൂൾ 8, ഈ ഷെഡ്യൂൾ 8 വന്നു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താ, ഗവൺമെന്റിന്റെ സപ്പോർട്ട് കിട്ടും, സാഹിത്യ അക്കാദമിയുടെ റെക്കഗ്നിഷൻ കിട്ടും, അസംബ്ലിയിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പാർലമെന്റിലൊക്കെ ഡിബേറ്റ്സിനൊക്കെ വേണ്ടി അത് ലാംഗ്വേജിൽ പറയാം. നമ്മൾ സിവിൽ സർവീസ് പോലത്തെ ഓൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആ ലാംഗ്വേജിൽ എഴുതാൻ പറ്റും. RBIന്റെ കറൻസി അതിൽ ഡിനോമിനേഷനിൽ ഇതിൽ എഴുത്തുണ്ടാവും. അതൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഒരു ലാംഗ്വേജ് അവരും അതിലേക്ക് പെടാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ വന്നൊരു ലാംഗ്വേജ് ആണ് ഇത്, ഒഡീഷയിലുള്ള കുയി ലാംഗ്വേജ്. ഈ കുയി ലാംഗ്വേജ് ഒഡീഷയിലാണ്. ഏത് ട്രൈബ്സിന്റെ ഇടയിൽ ഉള്ളതൊക്കെ നോക്കി വെച്ചാൽ നന്നായിരിക്കും, ചോദ്യം സാധ്യത ഉണ്ട്. പിന്നെ നോക്കി വെക്കാം. പിന്നെ മറ്റു ന്യൂസിലായത് 9th ഷെഡ്യൂൾ ആണ്. 9th ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. 9th ഷെഡ്യൂൾ എന്ന് പറയുന്ന ഷെഡ്യൂൾ ആകെ 8 ഷെഡ്യൂൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ്. പിന്നെ കൂട്ടിയതാണല്ലോ, ഒറിജിനലി 8 ഉണ്ടായിരുന്നുള്ളൂ. 9ാമത്തതാണ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പ്രകാരം ഉണ്ടാക്കിയ ഷെഡ്യൂൾ ആണിത് കേട്ടോ, ആർട്ടിക്കിൾ 31B പ്രകാരം. അപ്പൊ ഈ ഒരു സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്സിലോ 9th ഷെഡ്യൂൾ വന്നു കഴിഞ്ഞാൽ എന്തിനാ ഉണ്ടാക്കിയാലോ, അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സിന് വയലേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല, അത് ചലഞ്ച് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് ഏതിൽ പറയുന്നത്, 9th ഷെഡ്യൂൾ പറയുന്നത്. ഓക്കെ,
പക്ഷേ ഇപ്പം പുതിയ കേസ് പ്രകാരം ഐ ആർ കൊയിലിയോ കേസ് പ്രകാരം 2007 സുപ്രീം കോടതി പറഞ്ഞത് 1973 ശേഷമുള്ള കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അപ്പൊ അങ്ങനെയായിട്ടുള്ളത് ആ വ്യത്യാസം മനസ്സിലാക്കണേ. മുമ്പ് ചലഞ്ച് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞ സുപ്രീം കോടതി തന്നെ അതും എന്ത് ചെയ്യും, നമ്മൾ ചെക്ക് ചെയ്യും. പക്ഷെ 1973 ശേഷമുള്ള കാര്യങ്ങളൊക്കെ അതിൽ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്ത റൈറ്റ് ടു സൈലൻസ്. ഓക്കെ, അപ്പൊ റൈറ്റ് ടു സൈലൻസ് ഉണ്ട് എന്നുള്ളതാണ് സുപ്രീം കോടതി പറയുന്നത്. ഓക്കെ, അല്ല ആർക്ക് നമുക്കുള്ളതല്ല, അക്യൂസിനുണ്ട്. ഇപ്പൊ ഒരാള് പ്രതി ചേർത്ത ഒരാൾ എന്ത് ചെയ്യാണ് അവർക്കും സൈലൻസിനുള്ള അവകാശമുണ്ട്. എങ്ങനെ? ഒരു ഇൻവെസ്റ്റിഗേറ്ററെ മുന്നിൽ അയാൾ നിർബന്ധമായിട്ട് മിണ്ടിക്കോളണം എന്നുള്ളൊരു നിർബന്ധമില്ല. കാരണം എന്താ, ഇപ്പൊ നിർബന്ധിച്ചിട്ട് അയാളെ തെളിവ് അയാളെ കൊണ്ട് എടുപ്പിക്കണം, അയാൾ സംസാരിക്കണം നിർബന്ധമില്ല എന്നർത്ഥം. സൈലന്റ് ആയിട്ടിരിക്കാനുള്ള അവകാശവും ഉണ്ട് കേട്ടോ. അല്ലാതെ അയാൾ തന്നെയാണ് തെറ്റുകാരൻ എന്നുള്ള അയാൾ സ്വയം സമ്മതിക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അത് റൈറ്റ് ടു സൈലൻസ് പറയുന്ന ആർട്ടിക്കിൾ 20 ക്ലോസ് 3 പറയുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്ക് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി അയാളെ കമ്പൽ ചെയ്യാൻ പറ്റൂല എന്ന് അത് ഓൾറെഡി അതിൽ പറയുന്നുണ്ട്, 20 പറയുന്നുണ്ട്. അപ്പൊ നമുക്കെതിരെ സാക്ഷിക്കാൻ നമ്മളോട് തന്നെ പറയാൻ പാടില്ല, അതാണ് 20 ക്ലോസ് 3 പറയുന്നത്. അപ്പൊ അത് സൈലൻസിനുള്ള ഒരു അവകാശമായിട്ടും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ പ്രൊട്ടക്ഷൻ ഏതിൽ മാത്രമേ ഉള്ളൂ, ക്രിമിനൽ പ്രൊസീഡിങ്സിൽ മാത്രമേ ഉള്ളൂ, സിവിലിൽ ഇല്ല. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കസ്റ്റംസ് ആക്ട് റൈറ്റ് ടു ഈസ് നോട്ട് അവൈലബിൾ ടു എ പേഴ്സൺ. ഏതൊക്കെ പ്രകാരം? കസ്റ്റംസ് ആക്ട് 1963 പ്രകാരം, ഫോറിൻ എക്സ്ചേഞ്ച് ആക്ട് പ്രകാരം എന്നുള്ളവർക്കൊന്നും ഇല്ല എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നന്ദിനി കേസിലാണ് സുപ്രീം കോടതി പറയുന്നത്, ഇപ്പൊ സുപ്രീം കോടതി പോലീസ് സ്റ്റേഷനിൽ ഒരാൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാൻ വേണ്ടി കമ്പൽ ചെയ്യുകയാണെങ്കിൽ അത് ആർട്ടിക്കിൾ 20 ക്ലോസ് 3 എന്ത് ചെയ്യും, കമ്പൽ ചെയ്യിക്കുക. നമ്മൾ കമ്പൽ സംസാരിക്കുക എന്നാണ് കമ്പൽ ചെയ്യിക്കണ്ടേ. അങ്ങനെ കമ്പൽ ചെയ്യിക്കുകയാണെങ്കിൽ അത് ആർട്ടിക്കിൾ 20 ക്ലോസ് 3 എതിരായിരിക്കും എന്നാണ് സുപ്രീം കോടതി നന്ദിനി കേസിൽ പറയുന്നത് കേട്ടോ. പിന്നെ റിസർവേഷൻ ഓഫ് ലോക്കൽ ഇൻ പ്രൈവറ്റ് സെക്ടർ ന്യൂസിൽ വരാൻ കാരണം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഈ ഹരിയാന സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ലോക്കൽ കാൻഡിഡേറ്റ് ആക്ട് ഉണ്ട്, അതിനെ എതിർത്തിട്ടുണ്ട്, കോഷ് ചെയ്തിട്ടുണ്ട്. എന്താ പറയാൻ കാരണം, ആ ആക്ടിൽ പറയുന്നത് 75% റിസർവേഷൻ ആർക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്, ലോക്കൽസിന്. ഗവൺമെന്റ് ജോലിയിലല്ല, പ്രൈവറ്റ് സെക്ടർ ജോബ്സിൽ. ഓക്കെ, മന്ത്ലി സാലറി 30,000 കുറവുള്ള പ്രൈവറ്റ് സെക്ടർ ജോലിയിലൊക്കെ എന്ത് ചെയ്യണം, 75% ലോക്കൽസിന് തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ്. ആ നിയമം പറ്റൂല എന്ന് പറയുന്നത് അപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. അതുപോലെ തന്നെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നുള്ള സംഘത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെയും വയലേറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുമ്പോൾ എന്താ, അദറൻസ് ടു ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാം, അതിനെ പരിഗണിക്കുന്നതും അംഗീകരിക്കുന്നതുമാണ്. അപ്പൊ അതിനെന്താണ്, ഇത് വയലേഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് സ്റ്റേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും കനോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് ദ ഇൻഡിവിജ്വൽ. ഓക്കെ, അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിൽ പെട്ട് എന്നുള്ളതുകൊണ്ട് മറ്റുള്ള സ്റ്റേറ്റിലുള്ളവരോട് എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നെഗറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് പറയുക, അത് പാടില്ല എന്നാ പറയുന്നത് കേട്ടോ. പക്ഷെ ചില സ്റ്റേറ്റ്സ് ഓൾറെഡി ഇത് ഉണ്ട് കേട്ടോ. അതർ സ്റ്റേറ്റ്സിലേക്ക് ആന്ധ്രാപ്രദേശിൽ ഇത് ഉണ്ട്, സിമിലർ ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞിരിക്കും. പിന്നെ അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആക്ഷൻ. അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് ഡിസ്ക്രിമിനേഷൻ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. US-ലൊക്കെ കൊണ്ടുവന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ അന്ന് ബ്ലാക്സ് ഒക്കെ അനുഭവിച്ച ചില ബുദ്ധിമുട്ടിനെതിരായിട്ട് അവർ കൊണ്ടുവന്നതാണ് ഈ അഫർമേറ്റീവ് ആക്ഷൻ. ഇപ്പൊ ഇന്ത്യയിലുള്ള റിസർവേഷൻ സിസ്റ്റം ഒരു അഫർമേറ്റീവ് ആക്ഷൻ ആണ്. ഒരു നെഗറ്റീവ് ആണ്, ഒരാൾക്ക് ചില പരിഗണന കൊടുക്കുകയാണ്. പക്ഷേ ചില ബാക്ക്വേർഡ് ആയി നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ് അത്. സ്കോളർഷിപ്പ്, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റിലും ഗവൺമെന്റ് ജോലിയിലൊക്കെ കൊടുക്കുന്നത്. അത് ആർട്ടിക്കിൾ 15 ക്ലോസ് 4-ലും 16 ക്ലോസ് 4-ലൊക്കെ ഇത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ റിസർവേഷൻ കോട്ട ഫിക്സ് ചെയ്ത് 50% ഇന്ദിരാസ്വാമി കേസിൽ പറഞ്ഞതാണ്. നിങ്ങൾ റിസർവേഷൻ കൊടുത്തോ, പക്ഷെ 50% കൂടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേകമായിട്ട് ഇന്ദിരാസ്വാമി കേസിൽ പറഞ്ഞിട്ടുണ്ട്. അതും ഇതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ചില ഡിസ്ക്രിമിനേഷൻ, അത് ചില വിഭാഗത്തിന് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അത് ചെയ്യാം എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ഇതൊന്ന് രണ്ട് കാര്യങ്ങൾ, ഇപ്പൊ രംഗനാഥ് മിശ്ര കമ്മീഷൻ, അത് എന്തുമായി ബന്ധപ്പെട്ടാന്ന് മാത്രം അറിഞ്ഞാൽ മതി. നാഷണൽ കമ്മീഷൻ ഫോർ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണ് അതിനറിയപ്പെടുന്നത്. ഒഫീഷ്യൽ നോൺ ആസ് നാഷണൽ കമ്മീഷൻ ഫോർ ലിംഗ്വിസ്റ്റിക്. അപ്പൊ ലിംഗ്വിസ്റ്റിക് റിലീജിയസ് മൈനോറിറ്റിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള കമ്മീഷനാണ് രംഗനാഥ് കമ്മീഷൻ, അറിഞ്ഞിരിക്കാം. പിന്നെ ആർട്ടിക്കിൾ 355 പറയുന്നത് എന്താ, എമർജൻസി പ്രൊവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, 352 മുതൽ 360 വരെ എമർജൻസി പ്രൊവിഷൻ ആണ്. 355 പറയുന്നത് വെച്ചാൽ സ്റ്റേറ്റ്സിന്റെ ഡ്യൂട്ടിയാണ്, അത്
യൂണിയൻ ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് എന്ത്? സ്റ്റേറ്റ്സിനെ എക്സ്റ്റേണൽ അഗ്രഷന് തടഞ്ഞു നിർത്തുക, ഇന്റേണൽ ഡിസ്റ്റർബൻസ് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അധികാരം ഡ്യൂട്ടി ആരുടെ ഡ്യൂട്ടിയാണ്? അത് യൂണിയൻ ഗവൺമെന്റ് ഡ്യൂട്ടിയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ് കേൾക്കുന്നില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ഒരു എമർജൻസി പ്രഖ്യാപിക്കുകയും ചെയ്യാം. അതിനുള്ള അധികാരമുണ്ട്. അങ്ങനെയാണ് അത് വരുന്നത് കേട്ടോ. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് റൈറ്റ് ടു വാക്ക്. നമുക്ക് നടക്കാനുള്ള അവകാശമുണ്ട്. പഞ്ചാബ് സ്റ്റേറ്റ് ആണ് ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റ് ടു വാക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൽ പ്രത്യേകിച്ച് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന റൈറ്റ് ടു വാക്ക് ഈസ് മാൻഡേറ്ററി ആണ് ഫോർ ഓൾ റോഡ് ഓണിംഗ് ഏജൻസീസ് ഇൻക്ലൂഡിംഗ് NHAIക്ക് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും സൈക്ലിങ്ങിനും ഫുട്പാത്തും ഉണ്ടാവണം. അതൊരു അവകാശമാണ് ജനങ്ങളുടെ എന്നുള്ളതാണ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് എന്താണ്? പഞ്ചാബ് ആണെന്ന് അറിഞ്ഞിരിക്കാം. പഞ്ചാബ്. ഓക്കെ, അതാണ് നമുക്ക് ഈ ഒന്നാമത്തെ ടോപ്പിക്കിൽ നമ്മൾ അറിയേണ്ട ന്യൂസുകൾ. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ന്യൂസ് ടോപ്പിക് എന്ന് പറയുന്നത് ഏതാ? ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഈ ടോപ്പിക്കിലാണ്. ഒരുപാട് ടോപ്പിക് ഉണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ ഹെഡിങ്ങിൽ നമ്മൾ ഇവിടെ കഴിഞ്ഞു. ഒന്നാമത്തെ ഹെഡിങ് എന്താ? ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ നമ്മൾ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ നോക്കി, ആർട്ടിക്കിൾ 370 നോക്കി, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി നോക്കി, പ്രിവെൻഷൻ ഡിറ്റൻഷൻ നോക്കി, പേഴ്സണാലിറ്റി റൈറ്റ്സ്, ഹെയ്റ്റ് സ്പീച്ച്, പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട്, അതർ ഇമ്പോർട്ടന്റ് ന്യൂസുകൾ നോക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നാളത്തെ നിങ്ങൾ നോക്കാണ്ടാവുക ഫംഗ്ഷനിങ് ഓഫ് പാർലമെന്റ്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ചില കാര്യങ്ങളുണ്ട്. നോൺ കോൺഫിഡൻസ് മോഷൻ, പാർലമെന്ററി പ്രിവിലേജ്, ആന്റി ഡിഫെക്ഷൻ ലോ, അങ്ങനത്തെ ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ട്. അത് നമ്മൾ എന്തായിരിക്കും ഈ ഒരു ടോപ്പിക്ക് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും നോക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഇത് കേട്ട് ഇതിന്റെ കൂടെ ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വായിക്കും വേണം. മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിക്കേണ്ട പരീക്ഷണം മുന്നായിട്ട്, എങ്കിലേ ഇതൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇതേ സ്പീഡ് മതിയോ, സ്പീഡ് കുറക്കണോ കൂട്ടണോ, വേറെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇനി ഒന്ന് അറിയിക്കുക. ഇനി എക്സ്പ്ലനേഷൻ കൂട്ടണോ കുറയ്ക്കോ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിച്ചാൽ വളരെ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ PCM പോലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മെന്ററിംഗ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഫ്രീ ക്ലാസ് കേട്ടുകൊണ്ട് ഒരു മെന്റർ സഹായത്തോട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ഞാൻ ഡയറക്റ്റ് മെന്ററിംഗ് തരുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ നമ്പറുമായിട്ട് 8590840250 ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പ് കോളിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ക്ലാസ് യൂട്യൂബിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണുക, നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക, പ്രിലിംസ് പാസ്സാകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.